പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ. Hallelujah. പ്രിയമുള്ളവരെ, മാസങ്ങൾക്ക് ശേഷം നമ്മുടെ ബഹുമാനപ്പെട്ട ജോസഫ് വയലിലച്ചൻ അച്ഛൻ്റെ ട്രീറ്റ്മെൻറ്റിലായിരുന്നു. ട്രീറ്റ്മെൻറ്റിന് ശേഷം വീണ്ടും അച്ഛൻ കടന്നു വന്നിരിക്കുകയാണ്. അച്ഛൻ്റെ ഡെലിവറൻസ് പ്രയറും വെഞ്ചിരിപ്പൊക്കെയാണ്. നമുക്ക് വലിയ ആദരവോടെ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. ഈശോയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഒരിപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഉറങ്ങണമെന്ന് ആഗ്രഹിച്ചിട്ട് ഉറങ്ങാൻ പറ്റാത്തവരുണ്ട്. ഉറങ്ങരുത് എന്ന് ആഗ്രഹിച്ചിട്ട് ഉറങ്ങിപ്പോകുന്നവരുണ്ട്. ഇതുപോലെ കരയണം എന്നാഗ്രഹിച്ചിട്ട് കരയാൻ പറ്റാത്തവരുണ്ട്. കരയരുത് എന്നാഗ്രഹിച്ചിട്ട് നിരന്തരം കരയുന്നവരുണ്ട്. ഇതുപോലെ കുറച്ച് മാസം മുമ്പ് എനിക്കും തോന്നി ഒന്ന് കരയണം. എന്തോ മനസ്സിൽ വിഷമം വന്നുകൊണ്ടായിരിക്കാം, പ്രകടമായിട്ടൊന്നും എനിക്ക് പറയാനില്ല. എങ്കിലും എനിക്ക് തോന്നി എനിക്കൊന്ന് കരയണം. ഞാൻ അനേക ദിവസം ഒന്ന് കരയാൻ ശ്രമിച്ചു, പക്ഷെ എനിക്ക് കരയാൻ കഴിഞ്ഞില്ല. അപ്പം അതിൻ്റെ ഒരു വീർപ്പുമുട്ടൽ അനുഭവിക്കാൻ തുടങ്ങി. അപ്പോൾ ഒന്ന് കരയാൻ വേണ്ടി ഞാൻ ചാപ്പലിൽ പോയി രാത്രിയിൽ മണിക്കൂറുകൾ ഇരുന്നു. എന്നിട്ടും എനിക്ക് കരയാൻ പറ്റിയില്ല. അങ്ങനെ ഒരിക്കൽ ചാപ്പലിൽ കരയാൻ പറ്റാതെ എങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു പഴയ പാട്ടിൻ്റെ ഇരടികൾ മനസ്സിൽ ഓർമ്മയിൽ വന്നു. നിങ്ങൾക്കെല്ലാം അറിയുന്നൊരു പാട്ടാണ്, ഞാൻ പറയാം. ഞാൻ പെട്ടെന്ന് കയ്യിലുണ്ടായിരുന്ന മൊബൈൽ ഫോൺ എടുത്ത് ആ പാട്ട് ഒരു തവണ ചപ്പലിരുന്ന് കേട്ടു, കരയണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി. പക്ഷെ കരയാൻ കഴിഞ്ഞില്ല. രണ്ടാമതും ആ പാട്ട് കേട്ടു, എന്നിട്ടും കരഞ്ഞില്ല. ഞാൻ മൂന്നാമതും ആ പാട്ട് വെച്ചു. മൂന്നാമത് ആ പാട്ട് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ കരയാൻ തുടങ്ങി. കുറേ സമയം ഞാൻ അവിടെ ഇരുന്ന് കരഞ്ഞു. അപ്പോൾ ആ പാട്ട് കേട്ടപ്പോഴാണ്, ആ പാട്ടിലൂടെ ദൈവത്തിൻ്റെ ഒരു കൃപ എന്നിലേക്ക് വന്നപ്പോഴാണ് എനിക്ക് ഒന്ന് കരയാൻ തോന്നിയത്. ആ പാട്ട് നിങ്ങൾക്കെല്ലാം അറിയാം, ഞാൻ പറയാം. ഹൃദയം തകർന്നൊരു നാൾ യേശുവേ നിന്നെ വിളിച്ചു, കരുത്തേകും നിൻ കരമെൻ തോളിൽ പതിച്ചു, ദുഃഖം മറന്നു എൻ മിഴികൾ നിറഞ്ഞൊഴുകി. അതിൽ ഓരോ വാക്കുകളും ഒന്ന് ശ്രദ്ധിക്കണമേ. ഹൃദയം തകർന്നൊരു നാൾ ഞാൻ യേശുവിനെ വിളിച്ചു. ഹൃദയം തകരുമ്പോൾ എല്ലാവർക്കും ഒന്നും യേശുവിനെ വിളിക്കാൻ പറ്റാറില്ല. ഹൃദയം തകരുന്ന അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ചിലർ യേശുവിനെ വിളിക്കും, ചിലർ യേശുവിനെ വിളിക്കുന്നത് നിർത്തും. തൻ്റെ ഒരു സഹപാഠി മരിച്ചപ്പോൾ എന്നും പള്ളിയിൽ പോയിരുന്ന, ബൈബിൾ വായിച്ചിരുന്ന, ജപമാല ചൊല്ലിയിരുന്ന ഒരു വിദ്യാർത്ഥി പള്ളിപ്പൊക്കം നിർത്തി, പ്രാർത്ഥനയും നിർത്തി, എല്ലാം നിർത്തി. ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇങ്ങനെ ഒരു ദൈവത്തെ എനിക്ക് വേണ്ട, ഈ ദൈവത്തോട് ഇനി ഞാൻ പ്രാർത്ഥിക്കില്ല. അപ്പം ഹൃദയം തകർന്നപ്പോൾ ആ വ്യക്തി ദൈവത്തെ വിളിക്കുകയല്ല ചെയ്യുന്നത്, ദൈവത്തെ വിളിക്കുന്നത് നിർത്തുകയാണ് ചെയ്തത്. ഞാൻ പറയുന്നത്, ഹൃദയത്തിന് തകർച്ച ഉണ്ടാകുമ്പോൾ എല്ലാവർക്കും ദൈവത്തെ വിളിക്കാൻ പറ്റണമെന്നില്ല. വിളിച്ചുകൊണ്ടിരുന്ന പലരും ചിലപ്പോൾ വിളിക്കുന്നത് നിർത്തും. ഏതായാലും ഈ പാട്ടെഴുതിയ അച്ഛൻ ഹൃദയത്തിന് തകർച്ച ഉണ്ടായപ്പോൾ, ഒത്തിരി വേദനയിലൂടെ കടന്നു പോയപ്പോൾ അദ്ദേഹം ദൈവത്തെ വിളിക്കാൻ തീരുമാനിച്ചു. ദൈവത്തെ വിളിച്ചു. അപ്പോൾ എന്താ സംഭവിച്ചേ? കരുത്തേകും നിൻ കരം എൻ തോളിൽ പതിച്ചു. അപ്പം ദൈവത്തെ വിളിച്ചപ്പോൾ കർത്താവിൻ്റെ കരുത്തുള്ള കരം അദ്ദേഹത്തിൻ്റെ തോളിൽ സ്പർശിക്കുന്നതായിട്ട് അദ്ദേഹത്തിന് തോന്നി. കരുത്തേകും നിൻ കരം. ഇപ്പം കർത്താവിൻ്റെ കരത്തിന് കരുത്തുണ്ട്. നമുക്കൊക്കെ അറിയാം.
പക്ഷെ നമുക്കൊരു പ്രശ്നം വരുമ്പോൾ, നമ്മുടെ ഹൃദയത്തിൽ വ്യഥ നിറയുമ്പോൾ കർത്താവിൻ്റെ കരത്തിന് കരുത്തുണ്ടെന്ന് എപ്പോഴും നമുക്ക് വിശ്വസിക്കാനും ഓർക്കാനും സാധിക്കുന്നില്ല. കർത്താവിൻ്റെ കരത്തിൻ്റെ ശക്തി, കർത്താവിൻ്റെ കരത്തിൻ്റെ പ്രവർത്തനങ്ങൾ എത്രയോ തരങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. പിശാചിനെ ബന്ധിക്കാൻ ആ കരത്തിന് കഴിവുണ്ട്. ദുഷ്ടാരുകളെ ബഹിഷ്കരിക്കാൻ കരുത്തുണ്ട്. രോഗങ്ങൾ സുഖപ്പെടുത്താൻ കരുത്തുണ്ട്. ഹൃദയം തകർന്നവരെ ആശ്വസിപ്പിക്കാൻ കരുത്തുണ്ട്. തകർന്നു പോയ സകലതിനെ പുനരുദ്ധരിക്കാൻ കഴിവുണ്ട്. തളർന്നവരെ താങ്ങി നിർത്താൻ കഴിവുണ്ട്. വീണവരെ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ കരുത്തുണ്ട്. കരയുന്നവരുടെ കണ്ണുനീരൊപ്പാനും കണ്ണുനീരിൻ്റെ കാരണങ്ങൾ മാറ്റിക്കളയാനും കരുത്തുണ്ട്. അപ്പം നമ്മൾ ഓർക്കണം, കർത്താവിൻ്റെ കരത്തിന് കരുത്തുണ്ട്, അല്ലെങ്കിൽ ശക്തിയുണ്ട്. അപ്പം അങ്ങനെ അത്ഭുതം ചെയ്യാൻ കഴിവുള്ള കരുത്തുള്ള കർത്താവിൻ്റെ കരം എൻ്റെ തോളത്ത് തൊട്ടു. കർത്താവ് തൻ്റെ കരുത്തുള്ള കരം കൊണ്ട് എന്നെ തൊട്ടു. അപ്പോൾ എന്ത് സംഭവിച്ചു? എൻ്റെ ദുഃഖം അകന്നു, എൻ്റെ ദുഃഖം മറന്നു. കർത്താവ് തൊട്ടപ്പോൾ ദുഃഖം മറന്നു, അഥവാ ദുഃഖം മാഞ്ഞുപോയി. ഇന്നത്തെ ഒരു വാചകമാണ് ശ്രദ്ധിക്കേണ്ടത്. എൻ മിഴികൾ നിറഞ്ഞൊഴുകി. അതെന്നാ ഇടപാടാ? ഹൃദയത്തിൽ വ്യഥ നിറയുമ്പോഴല്ല കരച്ചിൽ വരുന്നത്. ഇവിടെ കർത്താവ് തോളത്ത് തൊട്ട് ദുഃഖം മറഞ്ഞപ്പോൾ പിന്നെ എന്തിനാ കരയുന്നത്? പിന്നെ എന്തിനാ മിഴികൾ നിറഞ്ഞൊഴുകുന്നത്? അപ്പോൾ നമ്മളൊരു കാര്യം ഓർക്കണം, 2 തരം കരച്ചിലുണ്ട്. 2 തരം കരച്ചിൽ. ഒന്ന്, ഹൃദയത്തിൻ്റെ വ്യഥ താങ്ങാൻ പറ്റാതെയുള്ള കരച്ചിൽ. നമ്മളുടെയൊക്കെ അധികം കരച്ചിലുകളും അങ്ങനെയാണ്. ഹൃദയത്തിൻ്റെ വ്യഥ താങ്ങാൻ പറ്റുന്നില്ല, അതുകൊണ്ട് കരയുന്നു. കരയരുതെന്ന് ആഗ്രഹിച്ചാലും കരയുന്നു, നിർത്താതെ കരയുന്നു. മറ്റു ചിലർക്ക് ഹൃദയത്തിൻ്റെ വ്യഥയുടെ ആധിക്യം മൂലം ഒന്ന് കരയാൻ പോലും പറ്റാതെ മനസ്സ് മരവിച്ചു പോകുന്നു. രണ്ടാമത്തെ കരച്ചിൽ, കർത്താവിൻ്റെ കരസ്പർശനം മൂലം ഹൃദയത്തിൻ്റെ ദുഃഖം അകലുകയും മനസ്സിൽ സന്തോഷമുണ്ടാവുകയും ചെയ്യുമ്പോഴും മനുഷ്യർ കരയും. നമ്മൾ ചില കരിസ്മാറ്റിക് ധ്യാനമൊക്കെ നടക്കുന്ന സ്ഥലത്ത് കണ്ടിട്ടില്ലേ? ചില ആരാധനയുടെയും സ്തുതിയുടെയൊക്കെ സമയത്ത് ഒരുപാട് മനുഷ്യരിങ്ങനെ കരയുന്നത് കാണാം. അത് ദുഃഖം നിറഞ്ഞിട്ടുള്ള കരച്ചിലല്ല, ദുഃഖത്തിന് സൗഖ്യം കിട്ടുന്ന കരച്ചിലാണ്. അഥവാ ദുഃഖം മാറി ആത്മാവിൽ സന്തോഷം നിറഞ്ഞതിൻ്റെ കരച്ചിലാണ്. ചില മനുഷ്യരുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവരങ്ങ് കരയാൻ തുടങ്ങും. അതാ ദുഃഖം അങ്ങോട്ട് വിട്ടുപോകുന്നതിൻ്റെയാണ്. അതിൻ്റെ ഫലമായി മനസ്സിലൊരു ആത്മാവ് നൽകുന്ന ഒരു ആനന്ദം നിറയുന്നതിൻ്റെ ഫലമാണ്. ഇപ്പം 2 തരം കരച്ചിലുണ്ട്. ഇവിടെ അച്ഛൻ വ്യഥയുണ്ടായപ്പോൾ പ്രാർത്ഥിച്ചു. അപ്പോൾ കർത്താവ് കരുത്തുള്ള തൻ്റെ കരം അച്ഛൻ്റെ തോളിൽ തൊട്ടു. അപ്പോൾ അച്ഛനിലുണ്ടായ ദുഃഖങ്ങൾ മറിഞ്ഞുപോയി. അച്ഛൻ കരയാൻ തുടങ്ങി. അത് വ്യഥ കൊണ്ടുള്ള കരച്ചിലല്ല, കർത്താവ് വ്യഥകൾ മാറ്റിക്കളഞ്ഞിട്ട് ആ സ്ഥാനത്ത് ആനന്ദം നിറച്ചതിൻ്റെ ഒരു കരച്ചിലാണ്, ആശ്വാസം നൽകുന്നതിൻ്റെ ഒരു കരച്ചിലാണ്. അല്പസമയം കണ്ണടക്കിയിരിക്കാൻ പറഞ്ഞാൽ ഉറങ്ങുമോ? ഇല്ലല്ലോ. ഒന്ന് കണ്ണടച്ചിരിക്കുക, എല്ലാവരും ഒന്ന് കണ്ണടച്ചിരിക്കുക. നമ്മളെല്ലാവരുടെയും ഹൃദയത്തിൽ വ്യഥയുണ്ട് എന്നതാണ് സത്യം, ദുഃഖമുണ്ട് എന്നാണ് സത്യം. ഈ ദുഃഖത്തിൻ്റെ കാരണങ്ങൾ വ്യത്യസ്തമായിരിക്കും, ദുഃഖത്തിൻ്റെ അളവും വ്യത്യസ്തമായിരിക്കും. പക്ഷെ ഒരു ദുഃഖമെങ്കിലും ഇല്ലാത്ത, ഒരു വ്യഥയെങ്കിലും ഇല്ലാത്ത ആരെയും കാണാൻ കിട്ടില്ല. ഒരു ധ്യാനത്തിൻ്റെ ഇടയ്ക്ക് ഒരു വ്യക്തി എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, അച്ഛാ എനിക്കെല്ലാം നല്ലതാണ്. അങ്ങനെ വളരെ ചുരുക്കം വരെ പറയാറുള്ളൂ. അച്ഛാ എനിക്കെല്ലാം നല്ലതാണ്. പിന്നെ അത് നല്ല ചില കാര്യങ്ങൾ പറയുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് പറഞ്ഞു, എന്നാലും അച്ഛാ എനിക്കൊരു ദുഃഖമുണ്ട്. പെട്ടെന്ന് ആൾ
മുഖത്തിൻ്റെ ഭാവമൊക്കെ മാറി സാവകാശം കരയാൻ തുടങ്ങി. എല്ലാം എനിക്ക് നല്ലതാണെന്ന് പറഞ്ഞ വ്യക്തി അവസാനം പറയുക, എന്നാലും എനിക്കൊരു ദുഃഖമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇതെല്ലാവരുടെ സ്ഥിതി. എന്തൊക്കെയോ നന്മകൾ എല്ലാവർക്കും ഉണ്ട്, പക്ഷെ 1, 2, 4 ദുഃഖങ്ങൾ എല്ലാവരുടെയും മനസ്സിൽ കിടപ്പുണ്ട്. ആ ദുഃഖത്തെ, അതിൻ്റെ കാരണങ്ങളെ നമുക്കിപ്പോൾ ഈശോയ്ക്കൊന്ന് സമർപ്പിക്കാം. ഓരോരുത്തരും അവരവരുടെ ദുഃഖങ്ങൾ ഏതാണെന്നൊന്ന് ആലോചിച്ച് നോക്കുക. ആ ദുഃഖത്തിൻ്റെ കാരണം ഏതാണെന്ന് ഒന്ന് കണ്ടുപിടിക്കുക. ആ ദുഃഖങ്ങളെയും അവയുടെ കാരണങ്ങളെയും ഒന്ന് ഈശോയ്ക്ക് സമർപ്പിക്കാം. നമുക്ക് ആ ഹൃദയത്തിൽ വ്യഥ നിറഞ്ഞപ്പോൾ ഈ പാട്ടെഴുതിയ അച്ഛൻ കർത്താവിൻ്റെ സന്നിധിയിൽ കരമുയർത്തി പ്രാർത്ഥിച്ചു. ഇപ്പം കർത്താവിൻ്റെ കരം അദ്ദേഹത്തിൻ്റെ തോളിൽ പതിച്ചു. കർത്താവ് ദുഃഖം എടുത്തു മാറ്റി സന്തോഷം കൊണ്ടുള്ള കരച്ചിൽ നൽകി. ഒന്ന് കരയാൻ പറ്റാതെ ഞാൻ അനേക ദിവസങ്ങൾ ചെലവഴിച്ചു. അനേക ദിവസങ്ങളിൽ മണിക്കൂറുകൾ പള്ളിയിൽ പോയിരുന്ന കരയണമെന്ന ഉദ്ദേശത്തിൽ പറ്റിയില്ല. പെട്ടെന്ന് ഈ പാട്ട് കേൾക്കാൻ തോന്നി. തുടർച്ചയായിട്ട് 3ാമത്തെ തവണ അത് കേട്ടപ്പോൾ ആ പാതിരാത്രിക്ക് ആ പള്ളിയിലിരുന്ന് ഞാൻ ഒരുപാട് നേരം കരഞ്ഞു. എൻ്റെ ദുഃഖം എന്നെ വിട്ടുപോയി. എൻ്റെ മനസ്സിൽ ഒരു ആശ്വാസവും ആനന്ദവും ഒരു സന്തോഷവും നിറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞല്ലോ, ഒരു ദുഃഖമെങ്കിലും, 2 ദുഃഖമെങ്കിലും, 4 ദുഃഖമെങ്കിലും, അഥവാ ചില വ്യഥകളെങ്കിലും ജീവിതത്തിലില്ലാത്തവരായിട്ട് ആരുമില്ല. കാരണങ്ങൾ വ്യത്യസ്തമാകാം, ദുഃഖത്തിൻ്റെ ആധിക്യവും കാഠിന്യവും വ്യത്യസ്തമാകാം. ദുഃഖമുണ്ട്. ഈ രാത്രിയിൽ ആ ദുഃഖത്തെ നമുക്ക് കർത്താവിന് സമർപ്പിക്കാം. അതിൻ്റെ കാരണങ്ങളെ നമുക്ക് സമർപ്പിക്കാം. ഇനി നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. കണ്ണുകളടച്ച് പറ്റുമെങ്കിൽ കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച് നമുക്ക് നിൽക്കാം. നമ്മുടെ ദുഃഖങ്ങളെ സമർപ്പിച്ചുകൊണ്ട്, കരുത്തുള്ള കർത്താവിൻ്റെ കരത്തെ പറ്റി ഓർത്തുകൊണ്ട്, കർത്താവെ, ആ കരം എൻ്റെ തോളത്ത് വെച്ച് എൻ്റെ ദുഃഖം അകറ്റണമേ, എൻ്റെ ദുഃഖത്തിൻ്റെ കാരണങ്ങളെ നീക്കിക്കളയണമേ, എന്നെ അവിടുത്തെ സന്തോഷം കൊണ്ട് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ നിൽക്കുമ്പോൾ ഗായക സംഘം ആ പാട്ട് ഒന്ന് പാടും. നിങ്ങളത് കൂട്ടത്തിൽ പാടണ്ട, ഞങ്ങളത് കേട്ടാൽ മതി. ഞാൻ എൻ്റെ ചില വരികളൊക്കെ വിശദീകരിച്ചല്ലോ. ഹൃദയം തകർന്ന ഒരു നാൾ യേശുവേ ഞാൻ നിന്നെ വിളിച്ചു, കരുത്തേകും നിൻ്റെ കരം എൻ്റെ തോളത്ത് വെച്ചു, അപ്പോൾ എൻ്റെ ദുഃഖം എന്നെ വിട്ടുപോയി, ഞാൻ കരയാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെയും നമ്മൾ പാട്ട് കേട്ട് പ്രാർത്ഥിക്കുന്ന സമയം പറ്റുമെങ്കിൽ നമുക്കെല്ലാവർക്കും ഒന്ന് കരയാൻ പറ്റട്ടെ. വലിയ കരച്ചിലൊന്നും ആയിരിക്കില്ല, ഒരു തുള്ളി കണ്ണുനീരെങ്കിലും നമ്മുടെ കണ്ണിൽ നിന്നും പുറത്തു പോകട്ടെ. ആ കണ്ണുനീര് പുറത്തു പോകുന്ന സമയത്ത് 1 ദുഃഖങ്ങൾ നമ്മളെ വിട്ടുപോകട്ടെ, 2 ദൈവം തരുന്ന ഒരു ആനന്ദം നമ്മൾ നിറയട്ടെ. അപ്പോൾ ദുഃഖം വിട്ടുപോകുന്നതിൻ്റെയും ദൈവം തരുന്ന ആനന്ദം നിറയുന്നതിനുമായ അനുഭവത്തിൽ നമ്മുടെ കണ്ണുകൾ ഒന്ന് നിറഞ്ഞോട്ടെ. 2 തുള്ളി കണ്ണുനീര് പൊയ്ക്കോട്ടെ. ആരെയും നോക്കണ്ട. കർത്താവേ, നിൻ്റെ കരം എൻ്റെ തോളത്ത് വയ്ക്കണമേ, എൻ്റെ ദുഃഖങ്ങൾ നിൻ്റെ കരസ്പർശനത്താൽ എടുത്തു മാറ്റണമേ, നിൻ്റെ കരസ്പർശനത്താൽ എൻ്റെ ഹൃദയത്തിൽ മനസ്സിൽ ആനന്ദവും സമാധാനവും നിറയ്ക്കണമേ. എൻ്റെ ദുഃഖത്തിൻ്റെ വ്യഥയുടെ കാരണങ്ങൾ നിൻ്റെ നാമത്തിൽ നീങ്ങിപ്പോകട്ടെ. ഈ പ്രാർത്ഥനയോടുകൂടി ശ്രദ്ധാപൂർവം ഈ ഗാനം നമുക്ക് ശ്രവിക്കാം. ഹൃദയം തകർന്ന് ഒരു നാൾ യേശുവേ നിന്നെ ഞാൻ വിളിച്ചു. ഹൃദയം തകർന്നൊരു യേശുവേ നിന്നെ വിളിച്ചു, കരുത്തേകും നിൻ കരമെൻ തോളിൽ പതിച്ചു, ദുഃഖം മറഞ്ഞു, എന്മിഴികൾ
നിറഞ്ഞൊഴു ഓ കർത്താവേ സ്തോത്ര ദൈവമേ നന്ദി. ഹൃദയം ദൈവമേ നന്ദി. തകർന്നു കർത്താവേ ഞങ്ങളെല്ലാവരും വ്യഥകളുള്ളവരാണ്, ദുഃഖങ്ങളുള്ളവരാണ്, സങ്കടങ്ങളുള്ളവരാണ്. നിന്റെ കരം കൊണ്ട് ഞങ്ങളെ ഇപ്പോൾ തൊടണമേ. നിന്റെ കരം കൊണ്ട്, ശക്തമായ നിന്റെ കരം കൊണ്ട് എന്നെ ഇപ്പോൾ സ്പർശിക്കണമേ. നിന്റെ ദുഃഖങ്ങൾ വിട്ടുപോകട്ടെ, ദുഃഖത്തിന്റെ കാരണങ്ങൾ നീങ്ങിപ്പോകട്ടെ, സൗഖ്യത്തിന്റെ കണ്ണുനീരുണ്ടാകട്ടെ, ആത്മാവ് നിറയുന്ന ആനന്ദമുണ്ടാകട്ടെ, സന്തോഷത്തിന്റെ കണ്ണുനീരുണ്ടാകട്ടെ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ യേശുവേ പടിവാതിൽ തളരുമ്പോ കാലക്കേടാണെന്നോതിയെല്ലാരും വേഗം എന്നിൽ നിന്നകലും നാണക്കേടിന്റെ നേരത്താരും ആശ്വാസം നൽകാനില്ല. ക്രൂശിലേക്കൊന്നു യേശുവേ എല്ലാ ദുഃഖങ്ങളും സമർപ്പിച്ചുകൊണ്ട് നിന്റെ മുഖത്തേക്ക് ഞാൻ നോക്കുന്നു, നിന്റെ സന്നിധിയിലേക്ക് ഞാൻ പ്രാർത്ഥന ഉയർത്തുന്നു. ദുഃഖങ്ങൾ എടുത്തു മാറ്റണമേ കർത്താവേ, സൗഖ്യത്തിന്റെ കണ്ണുനീര് തരണമേ കർത്താവേ, ആനന്ദത്തിന്റെ കണ്ണുനീര് തരണമേ കർത്താവേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം. ദുഃഖിതരെ ആശ്വസിപ്പിക്കുന്ന കർത്താവേ, സഹചരെ ഞാൻ എന്നും സ്നേഹിച്ചു, അവരോട് നന്നായി യത്നിച്ചു, പകലും രാവും ഞാൻ പ്രാർത്ഥിച്ചു, സമയം ഞാൻ ഏറെ പങ്കിട്ടു, എന്നെ തേടാനും കൂടെ നിൽക്കാനും വരുമല്ലോ അവരെന്നാശിച്ചു. പക്ഷെ കർത്താവ് ആഗ്രഹിച്ച പോലെ ഒന്നും നടന്നില്ല. ഒറ്റപ്പെട്ടു പോയ കർത്താവേ, ഒറ്റപ്പെടുത്തപ്പെട്ട കർത്താവേ, ആരും സഹായത്തിനില്ലാതെ കർത്താവേ, ആരും ദുഃഖം കാണാനില്ലാതെ പോയി കർത്താവേ. ഓ ദൈവമേ, എത്രയോ കഥകൾ ഓരോരുത്തർക്കും പറയാനുണ്ട്. ദുഃഖത്തിന്റെ കഥകൾ, അവഗണനയുടെ കഥകൾ, നിരാശയുടെ കഥകൾ, സങ്കടത്തിന്റെ കഥകൾ, വഞ്ചിക്കപ്പെട്ടതിന്റെ കഥകൾ, അവഗണിക്കപ്പെട്ട കഥകൾ കർത്താവ് എത്രയോ പേർക്ക് പറയാറുണ്ട്. ഈശോയെ നിന്റെ കരം വെക്കണമേ, ആശ്വസിപ്പിക്കണമേ, കണ്ണുനീരൊപ്പിയെടുക്കണമേ, കണ്ണുനീരിന്റെ കാരണങ്ങളെ മാറ്റണമേ, സന്തോഷത്തിന്റെ കണ്ണുനീര് നൽകണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമുക്ക് രണ്ട് കരങ്ങളും ഈശോയുടെ സന്നിധിയിലേക്ക് നമുക്ക് ഉയർത്താം. ആ അച്ഛനൊറ്റയ്ക്ക് ഏതോ പള്ളിയിലിരുന്ന് കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി വ്യഥകളോട് പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് കരം കൊണ്ട് തൊട്ട് ദുഃഖം അകറ്റതുപോലെ, ആനന്ദം നൽകിയതുപോലെ, ഓ കർത്താവേ, നീ ഇപ്പോൾ നിന്റെ ശക്തമായ കരം എൻ്റെ തോളത്ത് തൊടണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒന്ന് കരയാൻ പറ്റാതെ ഞാൻ അനേക ദിവസങ്ങൾ ചെലവഴിച്ച് പള്ളിയിൽ പോയിരുന്നിട്ട് പോലും കരയാൻ പറ്റാതെ അവസാനം ഈ പാട്ട് കേട്ട് അത് മൂന്നാമത്തെ തവണ കേട്ടപ്പോൾ ഞാൻ കരഞ്ഞു. കർത്താവ് തൻ്റെ കരം ആ സമയത്താണ് എൻ്റെ തോളത്ത് വെച്ചത്, എൻ്റെ ദുഃഖം അകറ്റിയത്, എനിക്ക് ആനന്ദത്തിൻ്റെ കണ്ണുനീര് തന്നത്. ഓ കർത്താവേ, ആ കരം ഇപ്പോൾ എൻ്റെ തോളത്ത് വെക്കണമേ എന്ന് ഓരോരുത്തരും കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിക്കുക. വ്യഥയോടുകൂടി വിളിക്കുക, വ്യഥയുടെ കാരണങ്ങളെ സമർപ്പിച്ച് വിളിക്കുക. ഓ കർത്താവേ, ഇതാണ് എൻ്റെ അവസ്ഥ, ഇതാണ് ഞാൻ കടന്നു പോകുന്ന വഴികൾ, ഇതൊക്കെയാണ് എൻ്റെ ദുഃഖങ്ങൾ, ഇതൊക്കെയാണ് എൻ്റെ വ്യഥകൾ, ഒറ്റപ്പെട്ടതിൻ്റെ, അവഗണിക്കപ്പെട്ടതിൻ്റെ, മൂലക്കിരുത്തിയതിൻ്റെ ഒത്തിരി അനുഭവങ്ങൾ എനിക്കുണ്ട് കർത്താവേ. ചെയ്ത നന്മകൾ ആരും കാണാതെ പോയതിൻ്റെ ദുഃഖങ്ങളുണ്ട് കർത്താവേ. തിന്മയുടെ കെട്ടുകളുണ്ട് കർത്താവേ. പാപത്തിൻ്റെ ബന്ധനങ്ങളുണ്ട് കർത്താവേ. പല വിധത്തിലുള്ള ബന്ധനങ്ങളുണ്ട് കർത്താവേ. നിന്റെ കരം വയ്ക്കണമേ, എന്നെ എന്ന് ആശീർവദിക്കണമേ, അനുഗ്രഹിക്കണമേ, എൻ്റെ ദുഃഖങ്ങൾ അകറ്റണമേ. നസ്രായനായ യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ സ്തുതിച്ച് പ്രാർത്ഥിച്ച്, നന്നായിട്ട് സ്തുതിച്ച് പ്രാർത്ഥിച്ച്
കർത്താവിനെ വിളിച്ച്, നന്നായിട്ട് വിളിച്ച്, കർത്താവെ നിന്റെ കരം എൻ്റെ തോളത്ത് വെക്കണമേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഒന്ന് വിളിച്ച്, ആ യാചകൻ വിളിച്ചില്ലേ, ദാവീദിന്റെ പുത്രാ എന്നോട് കരുണ തോന്നണമേ. അതുപോലത്തെ ഒരു വിളി അന്തയാചകരെ വിളിച്ചില്ലേ, ദാവീദിന്റെ പുത്രാ എന്നോട് കരുണ തോന്നണമേ. കുഷ്ഠരോഗികൾ അകലെ നിന്ന് വിളിച്ചില്ലേ, കർത്താവിനോട് കരുണ തോന്നണമേ. അതുപോലത്തെ ഒരു വിളി, അതുപോലത്തെ 2 വിളി, അതുപോലത്തെ 3 വിളി കർത്താവിന്റെ സന്നിധിയിലേക്കൊന്ന് ഉയർത്താമോ? കർത്താവേ, എല്ലാ ദുഃഖങ്ങളും നീങ്ങിപ്പോകട്ടെ, എല്ലാ ബന്ധനങ്ങളും അഴിയട്ടെ, പൈശാചിക ബന്ധനങ്ങൾ നിന്റെ കരത്തിന്റെ സ്പർശനത്താൽ നീങ്ങിപ്പോകട്ടെ, വെറുപ്പിന്റെ കെട്ടുകൾ നിന്റെ കരസ്പർശനത്താൽ നീങ്ങിപ്പോകട്ടെ, ദുഃഖത്തിന്റെ കെട്ടുകൾ നിന്റെ കരസ്പർശനത്താൽ നീങ്ങിപ്പോകട്ടെ, സങ്കടങ്ങളുടെ കെട്ടുകൾ നിന്റെ കരസ്പർശനത്താൽ നീങ്ങിപ്പോകട്ടെ, കുടുംബ ബന്ധത്തിലെ അസ്വസ്ഥതകൾ നിന്റെ കരസ്പർശനത്താൽ നീങ്ങിപ്പോകട്ടെ, എല്ലാ അസ്വസ്ഥതകളും വിട്ടുപോകട്ടെ ദൈവമേ, എല്ലാ സങ്കടങ്ങളും മാറിപ്പോകട്ടെ ദൈവമേ, എല്ലാ വ്യഥകളും മാറിപ്പോകട്ടെ ദൈവമേ. വ്യഥയുടെ കാരണങ്ങൾ ഇവരുടെ ജീവിതത്തിൽ നിന്ന് നിർവീര്യമായി പോകട്ടെ ദൈവമേ. നസ്രായനായ യേശുക്രിസ്തുവിന്റെ നാമത്തിലാണ് പ്രാർത്ഥിക്കുന്നത്. നസ്രായനായ യേശുവിന്റെ ശക്തി, അവിടുത്തെ കരത്തിന്റെ ശക്തി നിങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ കരത്തിന്റെ ശക്തി അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും ഒക്കെയായി, ദുഃഖത്തിന് വിധിയായി നിങ്ങൾക്ക് അനുഭവപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സ്തോത്ര ദൈവമേ, നന്ദി. സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ ശക്തി വെളിപ്പെടുത്തണമേ, നിന്റെ സൗഖ്യം തരണമേ, നിന്റെ സ്നേഹം വെളിപ്പെടുത്തണമേ. ബന്ധനങ്ങൾ അഴിയട്ടെ ദൈവമേ, കെട്ടുകൾ അഴിയട്ടെ ദൈവമേ, സങ്കടങ്ങൾ നീങ്ങിപ്പോകട്ടെ ദൈവമേ, മനസ്സിൽ തളം കെട്ടിക്കിടക്കുന്ന ദുഃഖങ്ങൾ വിട്ടുപോകട്ടെ ദൈവമേ. എല്ലാ ഹൃദയങ്ങളിലേക്കും പരിശുദ്ധാത്മാവിലൂടെ ആനന്ദവും സമാധാനവും നിറയട്ടെ കർത്താവേ. കുടുംബത്തെ വിശുദ്ധീകരിക്കണമേ കർത്താവേ. വെറുപ്പിന്റെ കെട്ടുകൾ പൊട്ടിക്കണമേ കർത്താവേ. രോഗപീഠകൾ വിട്ടുപോക്കണമേ, എടുത്തു മാറ്റണമേ കർത്താവേ. മനസ്സിന്റെ ഭാരങ്ങൾ നീക്കണമേ കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, നിന്റെ കരത്തിന്റെ സ്പർശനം, നിന്റെ ശക്തമായ കരത്തിന്റെ സ്പർശനം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സ്തോത്ര ദൈവമേ, നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ, നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവരുടെ മേലെ വിശുദ്ധ ജലം തളിക്കും. നിങ്ങൾ സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ടുപ്പിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും നന്ദി. എന്നെ നല്ല ശിഷ്യനാക്കിടുന്ന എല്ലാ കുരിശുകൾക്കും നാഥാ നന്ദി. മരണത്തിലും ജീവനിലും നിൻ സാന്നിധ്യം മതി നാഥാ. നിൻ
പാടാം സ്വരമുയർത്തി. നിൻ സാന്നിധ്യം മതി നാഥാ, നിൻ സാന്നിധ്യം മതി. എന്നെ നിത്യതയോടടുപ്പിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും നന്ദി. എന്നെ നല്ല ശിഷ്യനാക്കിയിടുന്ന എല്ലാ കുരിശുകൾക്കും നാഥാ നന്ദി. എന്നെ നിത്യതയോടടുപ്പിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും നന്ദി. എന്നെ നല്ല ശിഷ്യനാക്കിയിടുന്ന എല്ലാ കുരിശുകൾക്കും നാഥാ നന്ദി. സാന്നിധ്യം മതി നാഥാ, നിൻ സാന്നിധ്യം മതി നാഥാ, നിൻ സാന്നിധ്യം മതി നാഥാ, നിൻ സാന്നിധ്യം മതി. കണ്ണുകളെ അടച്ച് ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം ഇതാ നമ്മുടെ ഇടയിൽ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹൃദയം നൊന്ത് ദൈവസന്നദ്ധിയിൽ പ്രാർത്ഥിച്ച് സൗഖ്യവും വിടുതലും സ്വന്തമാക്കിയ അച്ഛൻ്റെ സാക്ഷ്യത്തിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് ഓരോരുത്തരോടും സംസാരിക്കുകയാണ്. തുടർന്നുള്ള ഈ സമയങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഹൃദയ തുറവയോടെയുള്ള ഒരു നിലവിളിയിലേക്ക്, ആരാധനയിലേക്ക്, പ്രാർത്ഥനയിലേക്ക് പരിശുദ്ധാത്മാവ് ഞങ്ങളെ നിയോഗിക്കുകയാണ്, വിളിക്കുകയാണ്. കണ്ണുകളെ അടച്ച് കരങ്ങൾ തുറന്നു പിടിച്ച് പ്രിയപ്പെട്ടവരെ, ദൈവത്തിനൊന്നും അസാധ്യമായില്ല. നിലവിളികളുടെ മുമ്പിൽ ഇറങ്ങി വരുന്ന ഒരു ദൈവത്തെയാണ് വിശുദ്ധ ഗ്രന്ഥം നമുക്ക് പരിചയപ്പെടുത്തുന്നത്. സാമുവേലിന്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നു, ഹന്ന എന്ന വന്ധ്യയായ സ്ത്രീ നാളുകളായി മക്കളില്ലാത്തതിന്റെ വേദനയിൽ കരഞ്ഞപ്പോൾ അവൾക്ക് വേണ്ടി ദൈവം ഇറങ്ങി വന്ന് സാമുവേലിനെ നൽകിയ ദൈവത്തെയാണ് നാം ആരാധിക്കാൻ പോകുന്നത്. ദാനിയേലിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നു. അവന്റെ ഉറച്ച വിശ്വാസത്തിന് വേണ്ടി അവൻ സിംഹക്കുഴിയിൽ എറിയപ്പെട്ടപ്പോൾ ആ സിംഹക്കുഴിയിലേക്ക് ഇറങ്ങി വന്ന് സിംഹങ്ങളുടെ വായടച്ച് അവനെ സംരക്ഷിച്ച ഒരു ദൈവത്തെയാണ് ഈ മണിക്കൂറിൽ പ്രിയരെ ഞാനും നിങ്ങളും ആരാധിക്കാൻ പോകുന്നത്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അന്ധനായ യാചകൻ ഉറക്ക നിലവിളിച്ചു, ദാവീദിന്റെ പുത്രനായ യേശുവേ എന്നിൽ കനിയണമേ. പലരും പറഞ്ഞവരോട് മിണ്ടാതിരിക്കുക, എന്നാൽ അവൻ കൂടുതൽ ഉച്ചത്തിൽ നിലവിളിച്ചു. ആ നിലവിളിക്ക് മുമ്പിൽ നമ്മുടെ ദൈവം ഇറങ്ങി വന്നു. ദയവാ രണ്ട് കരങ്ങളും ആ ദൈവത്തിന്റെ മുമ്പിൽ ഒന്ന് ഉയർത്തുക. ഓ ലൂക്ക 1:37, ദൈവത്തിനൊന്നും അസാധ്യമായില്ല. ആരൊക്കെ ഈ രാത്രിയിൽ ദൈവനാമം വിളിച്ച് നിലവിളിക്കുന്നുവോ അവരുടെ ജീവിതത്തിലേക്ക്, രോഗക്കിടക്കയിലേക്ക് ഇറങ്ങി വരുന്ന ഒരു ദൈവം എനിക്കും നിങ്ങൾക്കുമുണ്ട്. ആ ദൈവത്തെ ആരാധിക്കുക, ആ ദൈവത്തെ വിളിക്കുക. രണ്ട് കരങ്ങളും സ്വർഗ്ഗസന്നിധിയിലേക്ക് ഉയർത്തി ഹൃദയത്തിൽ നിന്ന് ആഴത്തിൽ യേശുവേ എന്ന് വിളിച്ച് ബോധപൂർവം എന്റെ യേശു, എന്റെ യേശു, എന്റെ യേശു ഇവിടെയുണ്ട്. ഓ കർത്താവേ, ഓ കർത്താവേ, അത്ഭുതങ്ങളുടെ രാത്രിയിൽ ഞങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിന്റെ മുമ്പിൽ, ഹൃദയം നൊന്ത് കരയുന്ന ദൈവമക്കളുടെ മുമ്പിൽ ഇറങ്ങി വരുന്ന അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്ന കർത്താവേ, അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്ന കർത്താവേ. ഓ യേശുവേ, ഓ യേശുവേ, ആരാധന ദൈവമേ, ആരാധിക്കുന്ന കർത്താവേ. അവിടുന്നാണ് ഞങ്ങളുടെ ശരണം, അങ്ങാണ് ഞങ്ങളുടെ ആശ്രയം ദൈവമേ. അവിടുന്ന് ഞങ്ങളുടെ ജീവിത കിടക്കയിലേക്ക് ഇറങ്ങി വരണമേ, ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് ഇറങ്ങി വരണമേ. സ്തോത്രം ദൈവമേ, ആരാധന, ആരാധന, ആരാധിക്കുകയാണ്, സ്തുതിക്കുകയാണ്. ആരും ആരെയും ശ്രദ്ധിക്കേണ്ട, ആരെല്ലാം യേശുവിലേക്ക് മുഖമുയർത്തുന്നു, യേശുവിനെ നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നു. യെശയ്യാ 58:9, നീ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് ഉത്തരമരുളും, നീ നിലവിളിക്കുമ്പോൾ ഇതാ ഞാനെന്ന് പറഞ്ഞ് ഇതാ ആയിരങ്ങളുടെ അടുക്കലേക്ക് യേശു കടന്നു വരുന്നു. ആ ദൈവത്തെ നമുക്ക് ആരാധിക്കാം പ്രിയരെ. താഴ്മയോടെ ജീവിതം പൂർണ്ണമായി കൊടുത്ത് കുറവുകളേറ്റു പറഞ്ഞ് ഈ ആരാധനയിൽ യേശുവിനോട് ഹൃദയത്തെ ഒട്ടിച്ച് നമുക്ക് അവിടുത്തെ ആരാധിക്കാം. എല്ലാം സാധ്യമാക്കുന്നവൻ, അസാധ്യതകളെ സാധ്യമാക്കുന്ന യേശു
ഇതാ നിന്റെ അരികിലൂടെ നടക്കുന്നു, ഇതാ നിന്റെ അരികിലൂടെ നടക്കുന്നു. ആ ദൈവത്തെ നമുക്ക് ആരാധിക്കാം, ആ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ കർത്താവേ, ഹല്ലേലൂയ. കരങ്ങളൊക്കെ ഒന്ന് താളത്തിൽ അടിച്ച് ദൈവത്താലെല്ലാം സാധ്യം, യേശുവിനെയാണ് നാം ആരാധിക്കുന്നത്. ദൈവത്താലെല്ലാം സാധ്യം, മനുഷ്യരുടെ മുമ്പിലല്ല നാം. ദൈവത്താലെല്ലാം സാധ്യം, ചേർന്ന് പാടാമായിരടികൾ. ദൈവത്താലെല്ലാം സാധ്യം. ആഴിമേൽ നടന്നു, അഗ്നിയിലിറങ്ങി, ആകാശം തുറന്ന സർവശക്തൻ. ഇതൊന്നും കെട്ടുകഥകളല്ല. ആഴിമേൽ നടന്ന് അഗ്നിയിലിറങ്ങി, ആകാശം തുറന്ന സർവശക്തൻ. ആ യേശുവിനെ ഒന്ന് കണ്ടുകൊണ്ട് എല്ലാം സാധ്യം, ആമേൻ ആമേൻ. എല്ലാം സാധ്യം, സാധ്യം, എല്ലാം സാധ്യം, സ്തോത്രം. എല്ലാം സാധ്യം. രോഗമോ ദുഃഖമോ കഷ്ടമോ നഷ്ടമോ വിടുതൽ നൽകിടും നാഥൻ. രോഗമോ രോഗമോ ദുഃഖമോ കഷ്ടമോ നഷ്ടമോ വിടുതൽ നൽകിടും നാഥൻ. ഇരുവശങ്ങളിലേക്ക് കരങ്ങളടിച്ച് കർത്താവായ യേശുവിനെ സ്നേഹിക്കുക. അവൻ നമ്മുടെ ഇടയിലൂടെ നടക്കുന്നു. നല്ല ദൈവമേ, ഈ രാത്രിയിൽ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. ആത്മാവിലും സത്യത്തിലും ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിന്റെ കണ്ണുനീരിന്റെ ഉറവുകളിലേക്ക് ഇറങ്ങി വന്ന് ഞങ്ങളെ സുഖപ്പെടുത്തുന്ന ദൈവമേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. രണ്ട് കരങ്ങളൊന്ന് ഉയർത്തി വിളിക്കാമോ? ഈശോയെ, ഓ സ്തോത്രം. സ്വതന്ത്രമായ അല്പസമയം ശ്രമിക്കാമോ? ഈശോ ഭാഷാപരമുള്ളവർ ഭാഷാപരങ്ങളെ യേശു വരുന്നു. കൃപയൊരുങ്ങട്ടെ കർത്താവേ, നിന്റെ ജനം സ്വതന്ത്രരാകട്ടെ കർത്താവേ, നിന്റെ മക്കൾ സൗഖ്യപ്പെടട്ടെ. ആരാധന സ്തോത്രം, സ്തോത്രം കർത്താവേ. കരങ്ങൾ വീണ്ടും അടിച്ച്, കരങ്ങൾ വീണ്ടും താളത്തിലടിച്ച് സ്തോത്രം. കരഞ്ഞതു കേട്ടു, നമ്മുടെ കരച്ചിലവൻ കേൾക്കും. ബാലനെ നൽകി, ഓ ദാനിയേലിന്റെ ദൈവം സിംഹക്കൂട്ടിലിറങ്ങിയവൻ, കൂട്ടിലിറങ്ങി. സ്തോത്രം, സ്തോത്രം. കരഞ്ഞതു കേട്ടു, ആമേൻ ആമേൻ. സാമുവേൽ ബാലനെ നൽകി, ദാനിയേലിന്റെ ദൈവം സിംഹക്കൂട്ടിലിറങ്ങി. പ്രാർത്ഥിച്ചിടാം കണ്ണുനീരോടെ, ഒന്നും അസാധ്യമല്ല. ഉറപ്പ്. പ്രാർത്ഥിച്ചിടാം കണ്ണുനീരോടെ, ഒന്നും അസാധ്യമല്ല. ഈ ബോധ്യമുള്ളവരെല്ലാം കരങ്ങൾ ഉയർത്തി അടിച്ച് എല്ലാം സാധ്യം, ബോധ്യത്തോടെ, ബോധ്യത്തോടെ എല്ലാം സാധ്യം, യേശുവിന്റെ അരികിലുണ്ട്. എല്ലാം സാധ്യം, അസാധ്യതകളെ സാധ്യമാക്കുന്ന എല്ലാം സാധ്യം. ഈശോ. രോഗമോ ദുഃഖമോ കഷ്ടമോ നഷ്ടമോ വിടുതൽ നൽകിടും നാഥൻ. വിഷയങ്ങളെന്തായാലും യേശുവിന് കൊടുക്കുക. രോഗമോ കഷ്ടമോ നഷ്ടമോ വിടുതൽ നൽകിടും നാഥൻ. ഇതാ യേശു നമ്മുടെ ഇടയിലൂടെ നടക്കുന്നു. ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? അന്ധനായ യാചകൻ നിലവിളിച്ചതുപോലെ, യേശുവേ ദാവീദിന്റെ പുത്ര, എന്നിൽ കനിയണമേ. നമുക്കും പ്രാർത്ഥിക്കാം. രണ്ട് കരങ്ങളും കർത്താവായ യേശുവിലേക്ക് ഉയർത്തി, യേശുവേ ദാവീദിന്റെ പുത്ര എന്നൊന്ന് വിളിച്ച് എന്റെ കുടുംബത്തിന്റെ മേൽ, എന്റെ കുഞ്ഞുങ്ങളുടെ മേൽ, കടബാധിതരുടെ മേൽ ഹാല, ഹാല. സ്തുതിച്ചോ, സ്തുതിച്ചോ. യേശു ഇവിടെയുണ്ട്.
അനുഭൂതിയിൽ ആരാധിച്ചോ. യേശുവേ, നിറയട്ടെ, നിറയട്ടെ. കവിയട്ടെ കർത്താവേ, നിന്റെ മഹത്വം ഞങ്ങൾ അനുഭവിക്കട്ടെ. മഴ പോലെ, മഴ പോലെ ദൈവ സാന്നിധ്യം നമ്മുടെ ഇടയിൽ. സ്തോത്രം, ആരാധന കർത്താവേ. അടിയങ്ങൾ ആരാധിക്കുന്നു കർത്താവേ. അങ്ങല്ലാതെ മറ്റൊരു ദൈവമില്ല. ദാവീദിന്റെ പുത്രനായ യേശുവേ, ഏകരക്ഷക, ലോകരക്ഷക, അങ്ങയെയാണ് ഞങ്ങൾ ആരാധിക്കുന്നത്. സർവശക്തനായ, എല്ലാം സാധ്യമാക്കുന്ന ദൈവശക്തി ഞങ്ങളിൽ നിറയട്ടെ. ഓ സ്തോത്രം കർത്താവേ. ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്, പരിശുദ്ധ സഭയോട് ചേർന്ന്, വിശുദ്ധരോട് ചേർന്ന്. ഓ സ്തോത്രം. യേശുനാഥൻ നിന്നു കരങ്ങളടിക്കാമോ? ലാസറുയർത്ത നാട്ടിൽ ജയത്തിൻ ഘോഷം കേട്ടു. കുരുടൻ നിലവിളിച്ചപ്പോൾ യേശുനാഥൻ നിന്നു. ലാസറുയർത്ത നാട്ടിൽ ജയത്തിൻ ഘോഷം കേട്ടു. പ്രാർത്ഥിച്ചിടാം കണ്ണുനീരോടെ, സാധ്യമല്ല. പ്രാർത്ഥിച്ചിടാം കണ്ണുനീരോടെ, ഒന്നും അസാധ്യമല്ല. എല്ലാം എല്ലാം സാധ്യം, എല്ലാം എല്ലാം സാധ്യം, എല്ലാം എല്ലാം സാധ്യം, എല്ലാം എല്ലാം സാധ്യം. രോഗമോ ദുഃഖമോ കഷ്ടമോ നഷ്ടമോ വിടുതൽ നൽകിടും നാഥൻ. രോഗമോ ദുഃഖമോ കഷ്ടമോ നഷ്ടമോ വിടുതൽ നൽകിടും നാഥൻ. ഉള്ളം നൊന്തു കരഞ്ഞ മനസ്സലിഞ്ഞിടും നാഥൻ. കാൽവരിയിലെ രക്തം പാപമോചനമേകും. ഉള്ളം നൊന്തു കരഞ്ഞാൽ മനസ്സലിഞ്ഞിടും നാഥൻ. കാൽവരിയിലെ രക്തം പാപമോചനമേകും. പ്രാർത്ഥിച്ചിടാം കണ്ണുനീരോടെ, ഒന്നും അസാധ്യമല്ല. പ്രാർത്ഥിച്ചിടാം കണ്ണുനീരോടെ, ഒന്നും അസാധ്യമല്ല. എല്ലാം എല്ലാം സാധ്യം, എല്ലാം എല്ലാം സാധ്യം, എല്ലാം എല്ലാം സാധ്യം, എല്ലാം എല്ലാം സാധ്യം. രോഗമോ ദുഃഖമോ കഷ്ടമോ നഷ്ടമോ വിടുതൽ നൽകിടും നാഥൻ. വിടുതലുണ്ട്. രോഗമോ ദുഃഖമോ കഷ്ടമോ നഷ്ടമോ വിടുതൽ നൽകിടും നാഥൻ. എല്ലാം എല്ലാം സാധ്യം, എല്ലാം എല്ലാം സാധ്യം, എല്ലാം എല്ലാം സാധ്യം, എല്ലാം എല്ലാം സാധ്യം. രോഗമോ ദുഃഖമോ കഷ്ടമോ നഷ്ടമോ വിടുതൽ നൽകിടും നാഥൻ. രോഗമോ ദുഃഖമോ കഷ്ടമോ നഷ്ടമോ വിടുതൽ നൽകിടും നാഥൻ. കണ്ണുകളെ അടച്ച് രോഗമോ ദുഃഖമോ കഷ്ടമോ നഷ്ടമോ എന്റെ മകനെ വിടുതൽ നിന്നെ തേടിയതായി രാത്രി ദൈവം വന്നിരിക്കുന്നു. എന്റെ മകളാരും ഞാൻ നിന്നെ പറയില്ല. നിലവിളിക്കുമ്പിൽ മനസ്സറിയുന്ന ദൈവം ഇതാ നിന്റെ ജീവിതത്തിന്റെ പ്രശ്നങ്ങൾ ഇടപെടുന്നു. ഓ സ്തോത്രം കർത്താവേ, ആരാധിക്കുന്നു. ഒരിക്കൽ കൂടി രണ്ട് കരങ്ങൾ ഉയർത്തി കർത്താവ്, ഇതാ ഞാൻ, ഇതാ ഞാൻ, ഇതാ ഞാൻ കർത്താവേ. തകർന്നവനാണ്, തളർന്നവനാണ്, ഭാരപ്പെട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്നാൽ നിനക്കെന്നെ വിടുവിക്കാൻ കഴിയും. യേശുവേ ഒന്ന് വിളിക്കാമോ? ആ കെട്ടുകൾ അഴിയട്ടെ. ഏതാനും മിനിറ്റ് സ്വതന്ത്രമായ ആത്മാവിൽ ആരാധിക്കുകയാണ്. നാവുകളുടെ കെട്ടുകൾ അഴിയട്ടെ. ദൈവാരാധനയ്ക്ക് തടസ്സമില്ലാത്ത തിന്മയുടെ കെട്ടുകൾ അഴിയട്ടെ. ഈശബാ. ഓ ദൈവമേ, എന്നിലൊരു ഉണർവുണ്ടാകട്ടെ. എന്റെ
കുടുംബം ഉണരട്ടെ കർത്താവേ. എൻ്റെ സഭാ സമൂഹങ്ങൾ ഉണരട്ടെ. യേശു നാമത്തിൽ ഞാൻ ലോകത്തിന് മുഴുവനും വേണ്ടി ആരാധിക്കുന്നു. ഓ, എൻ്റെ കുടുംബത്തിന് വേണ്ടി ഞാൻ ആരാധിക്കുന്നു കർത്താവേ. ഞാനായിരിക്കുന്ന സമൂഹത്തെ ഉയർത്തി ആരാധിക്കുന്നു. ഓ, ലോകത്തിന്റെ മുഴുവൻ രക്ഷകനായ യേശുവേ, അവിടുത്തെ ഞാൻ വാഴ്ത്തുന്നു. ഹല്ലേലൂയ. റിയ ബാബാ 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 റീഷ ബാബാ ബാബാ റീഷ ബാബാ ബാബാ റീഷ ബാബാ റിക ബാബാ 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 റീഷ ബാബാ ബാബാ. രണ്ട് കരങ്ങളും അല്പസമയം നെഞ്ചോട് അടുപ്പിച്ച് ഹൃദയത്തിൽ ഇതാ അവിടുത്തെ നിറഞ്ഞ സാന്നിധ്യം ഒന്നവനെ സ്നേഹിക്കുക. ഇന്നയോളം നമ്മെ നടത്തിയവനാണ് അവൻ. നിലവിളിച്ച ദിനങ്ങളിൽ എൻ്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്നവനാണ് ഞാൻ. ഏകാന്തതയുടെ ശൂന്യതയുടെ നാളുകളിലൂടെ ഞാൻ കടന്നുപോയപ്പോൾ എനിക്ക് വീണ്ടും ഉദ്ധാനം ചെയ്തവനാണ് എൻ്റെ യേശു. എൻ്റെ പാവ അവസ്ഥയിൽ എന്നെ വിടുവിച്ചവൻ എൻ്റെ യേശു. എൻ്റെ രോഗക്കിടക്കയിൽ എത്രയോ വട്ടം ഇറങ്ങി വന്നവൻ എൻ്റെ യേശു. വീണുപോകും ഞാൻ വിചാരിച്ച നാളുകളിൽ എൻ്റെ കൈകളിൽ താങ്ങി നിർത്തിയ എൻ്റെ യേശു എൻ്റെ കൂടെയുണ്ട്, എൻ്റെ കൂടെയുണ്ട്. എൻ്റെ കർത്താവ്, നിന്നെ ഞാൻ സ്നേഹിക്കുന്നു കർത്താവേ. ഒരുപാട് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. നിന്നെ കൂടാതെ എനിക്കൊരു ജീവിതമില്ല കർത്താവേ. ഇന്ന് എന്നെ തൊടുവാൻ നീ വന്നല്ലോ കർത്താവേ. എൻ്റെ കുടുംബത്തെ വിടുവിക്കുവാൻ നീ വന്നല്ലോ. ഇതാ കർത്താവേ ഞാൻ, ഇതാ കർത്താവേ ഞാൻ. അടിയനെ ഏറ്റെടുക്കണമേ, അടിയന്റെ കുടുംബത്തെ ഏറ്റെടുക്കണമേ, അടിയന്റെ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിക്കണമേ കർത്താവേ. ലോകം മുഴുവൻ നിന്നെ ഉപേക്ഷിച്ചാലും ഞാൻ നിന്നെ ഉപേക്ഷിക്കില്ല കർത്താവേ. ലോകം മുഴുവൻ നിന്നെ തള്ളിപ്പറഞ്ഞാലും ഞാൻ നിന്റെ രക്ഷാനാമത്തെ ഉയർത്തും കർത്താവേ. അന്ത്യത്തോളം നിന്നെ ആരാധിച്ച്, അന്ത്യത്തോളം നിന്നെ സ്നേഹിച്ച് ദൈവമേ, നിന്നെ പുൽകുവാൻ, ചേർത്ത് പിടിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമെന്ന് ഒരു നിമിഷം കൂടി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ദൈവമേ, ഹല്ലേലൂയ കർത്താവേ, ഹല്ലേലൂയ. പ്രാണനേക്കാൾ അരികിലുള്ളതാ സ്തോത്രം. ഭയപ്പെടുവാൻ കാര്യമില്ല. കർത്താവിനെ ഒന്ന് കാണുക, ഒന്ന് കാണുക. ആമേൻ, ആമേൻ. സ്തോത്രം. പ്രാണനേക്കാൾ അരികിലുള്ളതാ ഈശോ. ഭയപ്പെടുവാൻ കാര്യമില്ല. എൻ്റെ യേശു കൂടെയുള്ള ദൈവമേ, ഞാൻ ദൈവമേ, ഞാൻ അങ്ങേ ആരാധിക്കുന്നു. ഈശോ, എന്നെ നിന്റേതാക്കണം. മേരെ നൽകുന്നതിനാ സ്തോത്രം ദൈവമേ. ഭാരപ്പെടുവാൻ മകനെ, നേരമില്ല. മകളെ, നീ ഭാരപ്പെടേണ്ട, ഭാരപ്പെടേണ്ട. നിന്റെ ജീവിതം പുതുക്കും ഞാൻ നിന്നെ വീണ്ടും പണിതുയർത്തുകയാണ്. സ്തോത്രം. അറ്റമ്മയെ പോലെ അവിടുന്ന് അനേകരെ ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. സ്തോത്രം. നിന്റെ കവിളിലൂടെ ഒഴുകുന്ന കണ്ണുനീർ ഞാൻ തുടയ്ക്കും മകനെ. ജീവിതഭാരങ്ങളെല്ലാം ഒന്ന് കൊടുത്ത് എൻ്റെ ഈശോ, എന്നെ വിളിച്ചവൻ, പാപത്തിന്റെ ചെളിക്കുഴിയിൽ നിന്ന് മാണിക്യം പോലെ എന്നെ തിരഞ്ഞെടുത്തവൻ, തന്റെ ശുശ്രൂഷയ്ക്കായി എന്നെ നിയോഗിച്ചവൻ. ആ സ്നേഹത്തെ അല്പമായി ചെറിയ ശബ്ദത്തിലൊന്ന് ആരാധിക്കാം. എൻ്റെ ഈശോയെ, എൻ്റെ ഈശോയെ, എൻ്റെ ഈശോയെ, അധികമായി എന്നെ സ്നേഹിച്ചവൻ, അധികമായി എന്നെ കരുതിയവൻ, ഓ ദൈവമേ, ജീവനേക്കാൾ എന്നെ ചേർത്ത് പിടിച്ചവൻ. വാഴ്ത്തുന്ന കർത്താവേ, സ്തുതിക്കുന്നു ദൈവമേ, ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹൃത്തിലെ
എന്നെ വഹിച്ചതീനാ എത്രയോ പ്രാവശ്യം ഉള്ളിൻ കുരുക്കതിൽ വീണതില്ല. ജീസസ് ഹൃത്തിലെന്നെ വഹിച്ചതീരാൻ യേശുവേ ഉള്ളിൻ കുരുക്കതിൽ വീണതില്ല. കണ്ണിൽ തന്നെ നോക്കിയതീനാ കണ്ണിലെ കൃഷ്ണമണി പോലെ എന്നെ കരുതി. കണ്ണിൽ തന്നെ നോക്കിയതീരാൻ തുമ്പമൊന്നും വീശിയില്ല. കണ്ണിൻ മണി പോ എന്നെ കരുതും ഉള്ളം കരത്തിൽ എന്നെ വഹിക്കും തള്ളിക്കളയാതെ മാർവിൽ ചേർക്കും സ്നേഹമാകും യേശുവേ. ഒരിക്കൽ കൂടി കണ്ണിൻ മണി പോലെ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് എന്നെ കരുതും എന്നിട്ടൊന്ന് ചേർന്ന് പാടിക്ക്. ഉള്ളം കരത്തിൽ എന്നെ വഹിക്കും തള്ളിക്കളയാതെ മാർവിൽ ചേർക്കും സ്നേഹമാകും യേശുവേ. യേശുവേ വാഴ്ത്തുന്ന ദൈവമേ, ഓ ഈശോയെ, എൻ്റെ ഈശോയെ, ഒരു മനസ്സോടെ ഞങ്ങൾ അങ്ങ് ആരാധിക്കുന്നു ഈശോയെ. ജീവിതം സമർപ്പിച്ച് കുറവുകൾ ഏറ്റുപറഞ്ഞ് ബലഹീനതകൾ അംഗീകരിച്ച് നല്ല ദൈവമേ, ഞങ്ങൾ ഈ രാത്രിയിൽ അങ്ങ് സ്നേഹിക്കുന്നു, അങ്ങേ സ്തുതിക്കുന്ന കർത്താവേ. അങ്ങയുടെ മാറോട് ഞങ്ങൾ ചേർന്നിരിക്കുന്ന ദൈവമേ, തള്ളിക്കളയാതെ ഞങ്ങളുടെ കുടുംബത്തെ ചേർത്ത് പിടിക്കണമേ. സ്തോത്രം ദൈവമേ, ആരാധന. ഭാഷാവരത്തിൽ സ്തുതിക്കട്ടെ, ഭാഷാവരത്തിൽ സ്തുതിക്കട്ടെ, എല്ലാവരും സ്തുതിക്കട്ടെ, ഭാഷാവരത്തിൽ സ്തുതിക്കട്ടെ. ഹാല 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 ഹാല. 1 കൊരിന്തോസ് 14:14 ഇപ്രകാരം പറയുന്നു, ഞാൻ ഭാഷാവരത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ആത്മാവ് പ്രാർത്ഥിക്കുന്നു. ഞാൻ ഭാഷാവരത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ആത്മാവ് പ്രാർത്ഥിക്കുന്നു. ഹാല 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 ഹാല. ഈശോ ഹാല 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 ഹാല. ഷാല ഹാല 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 ഹാല. ഷാല ലാ 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 ലാ. ഈശോയെ ആരാധന 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 ആരാധന. ഈശോയെ നന്ദി. ശാന്തമായിരിക്കാം നമുക്ക്. നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ഈശോയെ, എൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന പരിശുദ്ധാത്മാവേ, ആമേൻ. അവിടുന്ന് എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. എൻ്റെ കൂടെ വസിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ ആരാധന. യേശുവേ ആരാധന. ഹല്ലേലൂയ. ഹല്ലേലൂയ. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. 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 സന്തോഷമാണോ? ഓക്കെ. എല്ലാവരോടും സ്നേഹമാണോ? എല്ലാവരോടും സ്നേഹമാണോ? കർത്താവിനോട് സ്നേഹമാണോ? ഭർത്താവിനോടല്ല, കർത്താവിനോട് സ്നേഹമാണോ? പ്രിയപ്പെട്ടവരെ, അവിടുന്ന് വചനത്തിൽ ഇപ്രകാരം പറയുന്നു, ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് ആരെങ്കിലും പറയുകയും സ്വന്തം സഹോദരനെ ദേഷിക്കുകയും ചെയ്താൽ അവൻ കള്ളം പറയുന്നു. അപ്പം ഞാൻ എല്ലാവരെയും സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ചിട്ടാണോ പറഞ്ഞത്? പ്രിയപ്പെട്ടവരെ, നമ്മളൊന്ന് ഇടയ്ക്കൊക്കെ ഇരിക്കുമ്പം
നമ്മളോട് തന്നെ ഒന്നിങ്ങനെയൊക്കെ ചോദിക്കുന്നത് നല്ലതാണ്. സന്തോഷമാണോ? എനിക്ക് സന്തോഷമാണോ? എല്ലാവരോടും എനിക്ക് സ്നേഹമാണോ? എൻ്റെ കുടുംബത്തിലുള്ളവർ, എൻ്റെ സുഹൃത്തുക്കൾ, എൻ്റെ സഹപ്രവർത്തകർ, ആരുമായിക്കൊള്ളട്ടെ, നമ്മളുമായി ബന്ധപ്പെടുന്ന എല്ലാവരോടും എനിക്ക് സ്നേഹമാണോ? കർത്താവിനോട് എനിക്ക് സ്നേഹമാണോ എന്നൊക്കെ നമ്മൾ സ്വയം ചോദിക്കണം. നമുക്ക് തന്നെ ഉത്തരം കണ്ടെത്താനായിട്ട് സാധിക്കും. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം നാം അറിയുകയും അതിൽ വിശ്വസിക്കുകയും ചെയ്തിരിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വിശ്വസിക്കുന്നോ? ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം നാം അറിയുകയും അതിൽ വിശ്വസിക്കുകയും ചെയ്തിരിക്കുന്നു. 1 യോഹന്നാൻ 4:16 ഇപ്രകാരം എഴുതി വച്ചിരിക്കുക. പ്രിയപ്പെട്ടവരെ, നമ്മൾ വിശ്വസിക്കുന്നു. അതിന് കാരണമുണ്ട്. നമ്മുടെ ഈ അൾത്താരയിലെ ഈ ക്രൂശിത രൂപത്തിലേക്ക് നിങ്ങൾ എല്ലാവരും ഒന്ന് നോക്കിക്കേ. ആ രൂപത്തിലേക്ക് നോക്കുമ്പം നമുക്കറിയാം ഈശോ എത്രമാത്രം എന്നെ സ്നേഹിക്കുന്നു. ഈ ഭൂമിയിൽ അവിടുന്ന് ഒരു മനുഷ്യനായി ജനിച്ച് 33 വർഷം ജീവിച്ച് പാടുപീഡകൾ സഹിച്ച് മരിച്ച് ആർക്കു വേണ്ടി? നമുക്ക് വേണ്ടി, നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി. ആ കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നത്, പ്രിയപ്പെട്ടവരെ, മറ്റാരും സ്നേഹിക്കാത്തതുപോലെയാ. സ്വന്തം ശരീരം ബലിയായി അർപ്പിച്ചുകൊണ്ട് നമ്മളെ ഓരോരുത്തരെയും കർത്താവ് സ്നേഹിക്കുക. ആ കർത്താവിനെയാണ് നമ്മൾ സ്നേഹിക്കേണ്ടത്. അവിടുന്ന് തുടർന്നുള്ള വചനത്തിൽ പറയുന്നു, ദൈവം സ്നേഹമാണ്. ദൈവം സ്നേഹമാണ്, അതിന് മറിച്ചൊന്നുമില്ല. ദൈവം സ്നേഹമാണ്. തുടർന്ന് വീണ്ടും പറയുന്നു, സ്നേഹത്തിൽ വസിക്കുന്നവൻ ദൈവത്തിലും ദൈവം അവനിലും വസിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇതെപ്പോഴും നമ്മൾ അടിവരയിട്ട് നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും പറയേണ്ട, എഴുതി ചേർക്കേണ്ട ഒരു തിരുവചന ഭാഗമാണ്. സ്നേഹത്തിൽ വസിക്കുന്നവൻ ദൈവത്തിലും ദൈവം എന്നിലും വസിക്കുന്നു. ഇത്ര മനോഹരമായ ഒരു വചനം. പ്രിയപ്പെട്ടവരെ, ഒന്ന് നോക്കിക്കേ, നമ്മുടെ ഈ ഇവിടെ ഇരിക്കുന്ന ഈ ഈശോയുടെ രൂപത്തിലേക്കൊന്ന് നോക്കിക്കേ. എന്നിട്ട് ആ ഈശോയുടെ കണ്ണുകളിലേക്കൊന്ന് നോക്കിക്കേ. എന്നിട്ട് പറ, ഈശോ ആരെയാണ് നോക്കുന്നത്? എന്നെയാണെന്ന് നോക്കുന്നവരൊന്ന് കൈ ഉയർത്തിക്കേ. ഈശോയുടെ കണ്ണുകളിലേക്ക് നോക്കിയിട്ട് ആ ഈശോ നോക്കുന്നത് എന്നെയാണെന്ന് ബോധ്യമുള്ളവർ കൈകൾ ഉയർത്ത്. ഹല്ലേലൂയ, എല്ലാവരും ഉയർത്തിയിട്ടുണ്ട്. സത്യമാണ്, ഈ ഈശോയുടെ രൂപം നമ്മൾ ഏത് കോണിൽ നിന്ന് നോക്കിയാലും ആ ഈശോ ആര് നോക്കുന്നോ അവരേക്ക് തന്നെയാണ് ആ ഈശോ നോക്കിക്കൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈശോ ഇങ്ങനെ നമ്മളെ ഓരോ ദിവസവും നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. പക്ഷെ അത് തിരിച്ചറിയണമെങ്കിൽ നമ്മൾ ഈശോയെ നോക്കണം. നമ്മൾ ഈശോയെ നോക്കാതെ നമുക്ക് മനസ്സിലാവുമോ? ഈശോ ഇങ്ങനെ ഓരോ സമയവും നമ്മളെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. അതുകൊണ്ടാണല്ലോ അവിടുന്ന് വചനത്തിൽ ഇപ്രകാരം പറയുന്നു, നിങ്ങളുടെ തലമുടി ഇഴ പോലും എണ്ണപ്പെട്ടിരിക്കുന്നു. നമുക്ക് പറയാൻ പറ്റുമോ? ഈശോയ്ക്കറിയാം. നമ്മുടെ തലമുടി ഇഴ പോലും എണ്ണപ്പെട്ടിരിക്കുന്നു. അവിടുന്ന് വീണ്ടും പറയുന്നു, നമ്മൾ എപ്പോഴും കേട്ടിട്ടുള്ള തിരുവചന ഭാഗമാണ്. അതായത് അവിടുന്ന് എൻ്റെ അലച്ചിലുകൾ, സങ്കീർത്തകൻ പറയുന്നതാ, അവിടുന്ന് എൻ്റെ അലച്ചിലുകൾ എണ്ണിയിട്ടുണ്ട്, എൻ്റെ കണ്ണീർ കണങ്ങൾ അത് കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്, അവ അങ്ങയുടെ ഗ്രന്ഥത്തിലുണ്ടല്ലോ. പ്രിയപ്പെട്ടവരെ, നമ്മൾ എത്രമാത്രം കരഞ്ഞിട്ടുണ്ട് എന്ന് നമുക്ക് തന്നെ അറിയാവോ? നമ്മൾ എന്തുമാത്രം സങ്കടപ്പെട്ടിട്ടുണ്ടെന്ന്. ഇന്ന് ഈ നൈറ്റ് വിജിൽ ശുശ്രൂഷയിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ എത്രമാത്രം വേദനയോടെയാണ്, എത്രമാത്രം നൊമ്പരത്തോടെയാണ്, എത്രമാത്രം സങ്കടത്തോടെയാണ് എന്ന് എൻ്റെ അടുത്തിരിക്കുന്നവർക്കോ ഒരുപക്ഷെ എൻ്റെ ജീവിത പങ്കാളിക്കോ എൻ്റെ മാതാപിതാക്കന്മാർക്കോ മക്കൾക്കോ സഹോദരങ്ങൾക്കോ അത് പക്ഷേ മനസ്സിലാക്കാൻ പറ്റില്ല. പക്ഷേ നിങ്ങളിവിടെ ഇരിക്കുമ്പോൾ, നിങ്ങൾ ഈ ശുശ്രൂഷയെ പങ്കെടുക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ,
കർത്താവ് അറിയുന്നു. കർത്താവ് അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല. അപ്പം ആ കർത്താവിനെയാണ് നമ്മൾ പ്രത്യേകമായിട്ട് ഇന്ന് നമ്മൾ ആരാധിക്കുന്നത്. ആ കർത്താവിൻ്റെ കൂടെ നമ്മൾ നടക്കുക. പ്രിയപ്പെട്ടവരെ, അതുപോലെ തന്നെ ദൈവത്തിൻ്റെ സ്നേഹം, ഇത്രമാത്രം നമ്മളെ സ്നേഹിക്കുന്ന ഒരു കർത്താവ്, എത്ര കൊടും ചുമപ്പാണെങ്കിലും എത്ര കഠിന ഹൃദയരാണെങ്കിലും കർത്താവ് നമ്മളെ ഇങ്ങനെ സ്നേഹത്തോടെ കാത്തിരിക്കുക. പക്ഷെ സുഭാഷിതങ്ങൾ 28:13 ഇപ്രകാരം പറയുന്നു: തെറ്റുകൾ മറച്ചു വയ്ക്കുന്നവന് ഐശ്വര്യമുണ്ടാവുകയില്ല, അവ ഏറ്റുപറഞ്ഞ് പരിത്യജിക്കുന്നവന് കരുണ ലഭിക്കും. ഹല്ലേലൂയ. നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന ഒരു ചെറിയ ഒരു വചനഭാഗമാണ് സുഭാഷിതങ്ങൾ 28:13. തെറ്റുകൾ മറച്ചു വയ്ക്കുന്നവന് ഐശ്വര്യമുണ്ടാവുകയില്ല, അവ ഏറ്റുപറഞ്ഞ് പരിത്യജിക്കുന്നവന് കരുണ ലഭിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മളെ സ്നേഹിക്കുന്ന നമ്മുടെ കർത്താവ്, ആ കർത്താവിൻ്റെ ആലയത്തിൽ ഈ ശുശ്രൂഷയിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ നമുക്ക് പലപ്പോഴും എന്താണ് നമുക്ക് അനുഗ്രഹങ്ങൾക്ക് തടസ്സമായി നിൽക്കുന്നത്? എന്താണ് നമ്മുടെ ഐശ്വര്യത്തിന് തടസ്സമായി നിൽക്കുന്നത്? എന്താണ് എൻ്റെ സമാധാനത്തിന് തടസ്സമായി നിൽക്കുന്നത്? എന്താണ് എൻ്റെ സന്തോഷത്തിന് തടസ്സമായി നിൽക്കുന്നത്? അവിടുന്ന് വചനത്തിൽ ഇപ്രകാരം പറയുക: തെറ്റുകൾ മറച്ചു വയ്ക്കുന്നവന് ഐശ്വര്യമുണ്ടാവുകയില്ല, അവ ഏറ്റുപറഞ്ഞ് പരിത്യജിക്കുന്നവന് കരുണ ലഭിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഞാനൊരു ദിവസം നമ്മുടെ ഇവിടുത്തെ ചാപ്പലിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ, ഞാനിങ്ങനെ കർത്താവിനെ നോക്കി ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് എൻ്റെ ഒരു സ്കൂൾ ജീവിതത്തിലെ ഒരു അനുഭവം എൻ്റെ ഓർമ്മയിലേക്ക് കർത്താവ് കൊണ്ടുവന്നു. എൻ്റെ വീട് പാലായിലാണ്. അപ്പം ഞാൻ ഏതാണ് 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം. അപ്പം പതിവ് പോലെ സ്കൂൾ വിട്ട് 4 മണിക്ക് സ്കൂൾ വിട്ട്, അപ്പം പാലായിൽ എനിക്ക് എൻ്റെ പേരൻസിന് ബിസിനസ്സാണ്, ഒരു ബേക്കറി ഉണ്ട്. അപ്പം പപ്പായും മമ്മിയും അവിടെയുണ്ട്. അപ്പം ഞാൻ സാധാരണ സ്കൂൾ വിട്ട് 4 മണിക്കൊക്കെ സ്കൂൾ വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം ഒരു 15-20 മിനിറ്റ് കൊണ്ട് എനിക്ക് കടയിലെത്താം. എന്നിട്ട് അവിടെ വന്ന് ഒരു കാപ്പിയൊക്കെ കുടിച്ചിട്ടാണ് ഞാൻ വീട്ടിലേക്ക് സാധാരണ പോകാറുള്ളത്. ഒരു ദിവസം അന്ന് സ്കൂളിലൊരു മീറ്റിംഗ്, ടീച്ചേഴ്സിൻ്റെ ഒരു മീറ്റിംഗ് ഉള്ളതുകൊണ്ട് അന്ന് സ്കൂൾ 1 മണിക്കൂർ നേരത്തെ വിട്ടു. 3 മണിയായപ്പോഴത്തേനും വിട്ടു. അപ്പം ഞാൻ പതിവ് പോലെ കടയിലേക്ക് പോകാനായിട്ട് ഇറങ്ങി. എൻ്റെ കൂടെ എൻ്റെ കൂട്ടുകാരനുമുണ്ട്. അങ്ങനെ ഞങ്ങൾ ഒന്നിച്ച് ഇങ്ങനെ നടന്നു വരുമ്പം ഒരു തിയേറ്ററിൻ്റെ മുന്നിൽ കൂടെയാണ് നടന്നു ഈ ടൗണിലേക്ക് വരുന്നത്. ആ തിയേറ്ററിൻ്റെ അവിടെ വന്നപ്പം ഉള്ളിൽ ഒരാഗ്രഹം, എന്തായിരിക്കും? ഒരു സിനിമ കാണാൻ. അങ്ങനെ ഞാനും ആ കൂട്ടുകാരനും കൂടി തിയേറ്ററിലേക്ക് കയറി. ഏതാണ്ട് 3 മണി സമയമായതുകൊണ്ട് എല്ലാവരും അകത്ത് കയറി. ഇപ്പം ഞങ്ങൾ ഓടിച്ചെന്നു. ഇപ്പോൾ കയ്യിൽ കുറച്ച് പൈസ ഉള്ളത് കൊണ്ട് ചെന്നു. ഒരു ബാൽക്കണിയിൽ ഒരു ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങളിങ്ങനെ സിനിമയൊക്കെ കണ്ടു. ഇന്ന് ഞാൻ ആ സിനിമയുടെ പേര് ഓർക്കുന്നുണ്ട്, മിമിക്സ് പരേഡ് എന്നാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ സിനിമയൊക്കെ കണ്ട് ഇങ്ങനെ വളരെ സന്തോഷത്തോടെ ഇറങ്ങിയപ്പം ഞാൻ സമയം നോക്കിയപ്പം 5:30 പിന്നെ എൻ്റെ ഉള്ളിൽ ഭയം തുടങ്ങി. എന്തായിരിക്കും ഭയത്തിന് കാരണം? ഞാൻ സ്കൂൾ വിട്ട് 4 മണിക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ 4:15 അല്ലെങ്കിൽ 4:30, അതിനപ്പുറം പോകാറില്ല. ഞാൻ കടയിൽ ചെല്ലാറുണ്ട്. അന്ന് നോക്കുമ്പം 5:30 സമയം. പ്രിയപ്പെട്ടവരെ, ഞാൻ എന്നിട്ട് എൻ്റെ ഉള്ളിൽ ഇനിയും എന്താണ് എൻ്റെ പേരൻസ് എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ എന്ത് പറയും എന്നുള്ളതാണ് പിന്നെ എൻ്റെ അടുത്ത ആകുല. ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്, എങ്ങനെ ഇതിനെ എന്തു പറഞ്ഞാണ് അവരെ വിശ്വസിപ്പിക്കുന്നത്. അങ്ങനെ ഞാൻ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ മനസ്സിൽ കണക്ക് കൂട്ടി ചെന്ന് കടയിലേക്ക് കയറിയപ്പം കൗണ്ടറിൽ മമ്മിയാണ് ഇരിക്കുന്നത്. ഒരു ചെറിയൊരു ആശ്വാസം. മമ്മി പതിവ് പോലെ ഞാൻ പ്രതീക്ഷിച്ച ചോദ്യം മമ്മി എന്നോട് ചോദിച്ചു, എന്താടാ ഇന്ന് താമസിച്ചേ? ഞാൻ പറഞ്ഞു, ഇന്ന് സ്പെഷ്യൽ ക്ലാസ് ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഞാൻ സ്പെഷ്യൽ ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞു. മമ്മിയുടെ മുഖത്തിന് യാതൊരു ഭാവമാറ്റവും കണ്ടില്ല. അത് വിശ്വസിച്ചിട്ടില്ലെന്ന് എനിക്ക് തോന്നി. വീണ്ടും ചോദിച്ചു, നിൻ്റെ കൂടെ സ്കൂളിൽ പഠിക്കുന്ന പിള്ളേർ ഒരു 3:30 ഇതിലെ കൂടെ കടന്നു പോകുന്ന കണ്ടല്ലോ എന്ന് പറഞ്ഞു. അതല്ല, നേരത്തെ വിട്ടു, ഞങ്ങൾക്ക് സ്പെഷ്യൽ ക്ലാസ് ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞങ്ങൾ താമസിച്ചത്. അപ്പം ഞാനിങ്ങനെ ഇതിനെ അങ്ങോട്ട് വിശ്വസിപ്പിക്കാനായിട്ട് നോക്കുന്ന സമയത്ത് ഒട്ടും പ്രതീക്ഷിക്കാതെ
അപ്പം പപ്പായെ ഞാൻ കണ്ടില്ലായിരുന്നു. ഉടനെ പെട്ടെന്ന് പുറകിൽ നിന്ന് പപ്പ ഇങ്ങോട്ട് ഓടി വന്നിട്ട് എനിക്കൊരു ഒറ്റ അടിയായിരുന്നു. അപ്പം എനിക്ക് ഭയങ്കര സങ്കടമായി. ഞാൻ കരയാൻ തുടങ്ങി. ഞാൻ എന്നിട്ട് മമ്മിയോട് ഞാൻ ചോദിച്ചു, എന്തിനാ പപ്പ എന്നെ അടിച്ചത്? എന്തിനാ പപ്പ എന്നെ വഴക്ക് പറഞ്ഞത്? നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എൻ്റെ ഫ്രണ്ട്സ് വരുമ്പോൾ ചോദിച്ചു നോക്ക്. ഞാൻ സ്പെഷ്യൽ ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വീണ്ടും ഞാൻ അതിനെ സത്യം അവരെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. അപ്പം വീണ്ടും വീണ്ടും ഞാനിങ്ങനെ ഇത് വീണ്ടും അതിര് വിട്ടു പോകുമെന്ന് തോന്നിയതുകൊണ്ട് ഉടനെ മമ്മി എന്നോട് ഒരു കാര്യം പറഞ്ഞു, നീ കള്ളം പറഞ്ഞതുകൊണ്ടാണ് നിന്നെ അടിച്ചത്. അപ്പം വീണ്ടും ഞാൻ പറഞ്ഞു, ഞാൻ എങ്ങനെയാണ് കള്ളം പറയുന്നത്? നാളെ എൻ്റെ ഫ്രണ്ട്സ് വരുമ്പം ചോദിച്ചു നോക്ക്. അപ്പം പിന്നെയും മമ്മിക്ക് തോന്നി, ഇനി ഇവൻ ഇങ്ങനെ അങ്ങ് പോയി കഴിഞ്ഞാൽ ചിലപ്പം അടുത്ത അടി കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പം ഉടനെ മമ്മി ഉള്ള സത്യം എന്നോട് തുറന്നു പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, മമ്മി പറയുക, നീ സിനിമ കാണാൻ തിയേറ്ററിൽ കയറി നീ ഇരുന്ന സീറ്റിൻ്റെ തൊട്ടുപുറകിൽ നിൻ്റെ അപ്പനുണ്ടായിരുന്നു. പിന്നെ ഞാൻ എന്തേലും പറയണോ? ഞാൻ വന്ന് കയറുന്നതും ഞാൻ കാണുന്നതും ഇത് കണ്ട് രസിക്കുന്നതുമെല്ലാം എൻ്റെ അപ്പൻ കണ്ടുകൊണ്ടിരിക്കുക. അപ്പം ഞാനും വളരെ ലാഘവത്തോടെ സിനിമയൊക്കെ കഴിഞ്ഞിറങ്ങി വരുന്നതിന് മുമ്പേ അപ്പൻ നേരത്തെ പോയി. അപ്പം നേരത്തെ ഇവനെന്താ പറയുന്നറിയാം. അപ്പം പ്രിയപ്പെട്ടവരെ, അന്ന് സിനിമ കണ്ടതിനല്ല, നുണ പറഞ്ഞതിനാണ് അന്ന് എനിക്കൊട്ട് അടി കിട്ടിയത്. പ്രിയപ്പെട്ടവരെ, ഞാനിത് ഇങ്ങനെ ഈ ചാപ്പലിലിരുന്ന് ഞാനിങ്ങനെ ആലോചിച്ചു, എന്തിനാണ് കർത്താവ് ഈ ഒരു സംഭവം എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ ഓർമ്മപ്പെടുത്തിയത്? എന്തിനാണ് ഇതിങ്ങനെ കാണിച്ചു തന്നത്? അപ്പം കർത്താവ് കുറേ ചിന്തകൾ എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ തരാൻ തുടങ്ങി. ഒരു 3 തലങ്ങളെക്കുറിച്ച്. ഒന്നാമത്തെ തലം നമ്മുടെ ജഡിക തലം, 2 ലൗകിക തലം, 3 ആത്മീയ തലം. ഈ ജഡിക തലം എന്ന് പറയുമ്പം സ്വാഭാവികമാണ്, നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പം പലതൊക്കെ കാണുമ്പം നമുക്ക് സ്വാഭാവികമായിട്ട് പ്രലോഭനങ്ങൾ ഉണ്ടാകാം, അല്ലേ? അപ്പോൾ നമ്മളിങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ഞാൻ കണ്ടു, ഒരു സിനിമ, നല്ല സമയം, ഇനി ഇതുപോലെ ടീച്ചേഴ്സിന് വല്ല ഇത് മീറ്റിംഗ് വല്ല ഉണ്ടാകാൻ സാധ്യതയില്ല, ഇത്രയും കറക്റ്റായിട്ട്. അപ്പം ഞാൻ അങ്ങനെയൊക്കെ കണക്കൂട്ടി, അന്നേരം വേറെ ഒന്നും ചിന്ത വന്നില്ല, ഞാൻ കയറി കണ്ടു. എന്നിട്ട് അത് കഴിഞ്ഞപ്പം എന്ത് സംഭവിച്ചു? സിനിമ കണ്ട് കഴിഞ്ഞപ്പം ആ തെറ്റിനെ മറയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ കള്ളം പറയാനായിട്ട് ഒരുങ്ങുക. രണ്ടാമത്തെ തലം ലൗകിക തലം. പ്രിയപ്പെട്ടവരെ, എന്താണ് ഈ നമ്മൾ ഒരു തെറ്റ് ചെയ്യുമ്പോൾ ആ തെറ്റിനെ മറയ്ക്കാനായിട്ട്, അല്ലെ ആ തെറ്റിനെ ന്യായീകരിക്കാനായിട്ട് നമ്മൾ പലപ്പോഴും അടുത്ത പദ്ധതികൾ നമ്മളിങ്ങനെ മനസ്സിൽ കൊണ്ടുവരും. അത് കൂടുതൽ അപകടങ്ങളിലേക്ക്, നാശത്തിലേക്ക് അത് നമ്മളെ ഇങ്ങനെ കൊണ്ടുപോകും, അല്ലേ? വചനത്തിൽ പറയുന്നില്ലേ, അവൻ നുണയനും നുണയൻ്റെ പിതാവുമാകുന്നു, അവൻ വരുന്നത് നശിപ്പിക്കാനും കൊല്ലാനുമാണ്. പ്രിയപ്പെട്ടവരെ, എപ്പോഴും തെറ്റുപറ്റുക സ്വാഭാവികമാണ്. പക്ഷെ ആ തെറ്റിനെ നമ്മൾ ന്യായീകരിക്കാതെ, വീണ്ടും നമ്മൾ തെറ്റുകളിലേക്ക് പോകാതെ, കൂടുതൽ പാപത്തിൽ അകപ്പെടാതെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? 3ാമത്തെ തലം ആത്മീയ തലം. ഞാൻ ആ സിനിമ കണ്ട് ഞാൻ അവിടുന്ന് ഇറങ്ങി കടയിൽ വന്ന് എൻ്റെ മമ്മി ചോദിച്ചപ്പം ഞാൻ മമ്മിയോട് പറയുക, മമ്മി ക്ഷമിക്കണം, നിങ്ങളുടെ പെർമിഷൻ ഇല്ലാതെ ഞാൻ സിനിമ കാണാൻ പോയി, ഇനി ഞാനത് മേലിൽ ആവർത്തിക്കില്ല, ഇനിയും അങ്ങനെ ചെയ്യില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ എൻ്റെ മമ്മിക്ക് എന്ത് സന്തോഷമായാണ്, എൻ്റെ പപ്പായ്ക്ക് എന്ത് സന്തോഷമായാണ്. എൻ്റെ മകൻ ഇത്രമാത്രം സത്യസന്ധനായിരുന്നല്ലോ. അവനൊരു തെറ്റ് പറ്റിയപ്പം അത് തെറ്റാണെന്ന് അവന് ബോധ്യപ്പെടുകയും തെറ്റിനെ ഓർത്ത് അവൻ പശ്ചാത്തപിക്കുകയും ഏറ്റുപറയുകയൊക്കെ ചെയ്യുമ്പം ഒരു പിതാവിൻ്റെ സ്നേഹം എത്രയോ വലുതാണ്. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, ഈ കർത്താവ് ഈ ഒരു ചിന്ത എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ വന്നപ്പം നമ്മുടെ അനുദിന ജീവിതവുമായി ബന്ധപ്പെടുമ്പം നമുക്കറിയാം, ഈശോ ഇങ്ങനെ നമ്മൾ പലപ്പോഴും തെറ്റുകൾ പറ്റാം, പാപത്തിൽ വീഴാം, പക്ഷെ എങ്കിലും കർത്താവ് ഇങ്ങനെ കാത്തിരിക്കുക. അവിടുന്ന് മറ്റൊരു ചിന്തയും കൂടെ കൂടെ കർത്താവ് എനിക്കിങ്ങനെ തന്നു. അതായത്, ഞാൻ അവിടെ സിനിമയ്ക്ക് കയറുന്നതും അവിടെ വന്നിരിക്കുന്നതും ഞാനിങ്ങനെ സന്തോഷത്താൽ ഇങ്ങനെ ഓരോ
സീനൊക്കെ വരുമ്പോൾ നമ്മളിങ്ങനെ സന്തോഷം കൊണ്ട് നിറയുന്നൊക്കെ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു, എൻ്റെ അപ്പൻ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ തന്നെയാണ് നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും. അത് എന്തു തന്നെയായാലും ഇതെല്ലാം കാണുന്ന ഒരു സ്വർഗീയ അപ്പൻ നമ്മുടെ സ്വർഗത്തിലുണ്ട്. നമ്മളെ ഓരോരുത്തരെയും ഇങ്ങനെ അവൻ നോക്കിക്കൊണ്ടേയിരിക്കുക. നമുക്ക് ഒന്നും മറച്ചു വയ്ക്കാൻ, കർത്താവിൻ്റെ മുമ്പിൽ നമുക്കൊന്നും മറച്ചു വയ്ക്കാൻ നമുക്ക് പറ്റുകയില്ല. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കുക, നമുക്ക് തെറ്റ് പറ്റാം. പക്ഷെ ആ തെറ്റ് നമ്മൾ മനസ്സിലാക്കുകയും അത് ചെയ്യുമ്പോഴാണ് ദൈവകൃപ നമ്മളിലേക്ക് ഒഴുകുന്നത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ ദേവാലയങ്ങളിൽ കുംസാരക്കൂട്ടിൽ ഓരോ മകനും മകളും തൻ്റെ അടുക്കിലേക്ക് കടന്നു വന്ന് തൻ്റെ പാവങ്ങൾ ഏറ്റുപറഞ്ഞുകൊണ്ട് എന്നെ സ്വന്തമാക്കുവാൻ, അവരുടെ ഹൃദയത്തിലേക്ക് ഞാൻ കടന്നു ചെല്ലുവാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവം ഇന്ന് ഓരോ കുംസാരക്കൂട്ടിലും ഇരിക്കുക. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമ്മൾ ആദ്യം ഓടി എത്തേണ്ട സ്ഥലം നമ്മുടെ കുംസാരക്കൂടാണ്. അവിടം കൊണ്ട് അവസാനിക്കുന്നില്ല. കർത്താവ് ഇപ്പോഴും ആഗ്രഹിക്കുന്നു, ഞാൻ കർത്താവിൻ്റെ ഹൃദയത്തിലും കർത്താവ് എൻ്റെ ഹൃദയത്തിലേക്കും കടന്നു വരുന്ന ആ നിമിഷങ്ങളെ നമ്മൾ ഓർക്കുക. നമുക്ക് പ്രത്യേകമായിട്ട് നമുക്ക് ഈ ഒരു ചിന്തയെ നമുക്ക് മനസ്സിലേക്ക് കൊണ്ടുവരാം. അവിടുന്ന് ഒരു പക്ഷേ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന അനേകം അക്രൈസ്തവ സഹോദരങ്ങളുണ്ടായിരിക്കാം. അവരുടെ മനസ്സിൽ ഒരു പക്ഷേ ഇങ്ങനെ ഒരു ചിന്തയുണ്ടാകും, നമുക്കിങ്ങനെ കുംസാരിക്കാനായിട്ടൊന്നും പറ്റില്ലല്ലോ, അപ്പം നമുക്കൊരു രക്ഷ കിട്ടാൻ സാധ്യതയില്ലേ എന്നൊക്കെയുള്ളൊരു ചോദ്യം ഇങ്ങനെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പ്രിയപ്പെട്ടവരെ, അവിടുന്ന് വചനത്തിൽ ഇപ്രകാരം പറയുന്നു, റോമ 10:9 ഇപ്രകാരം പറയുന്നു, യേശു കർത്താവാണ് എന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. ഹല്ലേലൂയ. ഒന്ന് കരങ്ങൾ ഉയർത്തി ഒന്നും കൂടെ ഏറ്റു പറഞ്ഞേ, യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മൾ കർത്താവിനെ വിശ്വസിക്കുക, നമ്മൾ കർത്താവിനെ മഹത്വപ്പെടുത്തുക, കർത്താവിനെ ഏറ്റുപറയുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമുക്ക് എഴുന്നേൽക്കാം. കർത്താവ് നമുക്കായി വലിയ വിരുന്നൊരുക്കി വെച്ചിരിക്കുക. കർത്താവ് നമുക്കായി വലിയൊരു വിരുന്നൊരുക്കി വെച്ചിരിക്കുക. അവിടുന്ന് വചനത്തിൽ പറയുന്നുണ്ടല്ലോ, ഫിലിപ്പി 4:19, എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്നും യേശു ക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, കർത്താവിന് തരാൻ റെഡിയാ. നമ്മൾ എവിടെയാണ് നമ്മൾ ചിന്തിക്കുക, എനിക്കിതൊക്കെ തടസ്സമായി നിൽക്കുന്നത് എവിടെയാണ് എന്ന് നമ്മൾ ചിന്തിക്കുക. പ്രിയപ്പെട്ടവരെ, നമുക്ക് കർത്താവിനോട് പറയാം, കർത്താവെ അവിടുന്ന് എന്നെ ഏറ്റെടുക്കണമേ. ഞാൻ ഇതെന്നെ തന്നെ പൂർണ്ണമായി ഞാൻ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. കർത്താവെ, വീണ്ടും ഒരു വിശുദ്ധമായ ഒരു ജീവിതം നയിക്കുവാൻ അവിടുന്ന് എന്നെ സഹായിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. തെറ്റുകൾ മറച്ചു വയ്ക്കുന്നവന് ഐശ്വര്യം ഉണ്ടാവുകയില്ല. നമ്മൾ ആ വചനം നമ്മുടെ ഹൃദയത്തിൽ അടിവരയിട്ട് നമ്മൾ ഉറപ്പിച്ച് നമ്മൾ സ്ഥിരീകരിക്കുക. തെറ്റുകൾ മറച്ചു വയ്ക്കുന്നവന് ഐശ്വര്യം ഉണ്ടാവുകയില്ല, അവ ഏറ്റുപറഞ്ഞ് പരിധി ജീവിക്കുന്നവന് കരുണ ലഭിക്കും. ഹല്ലേലൂയ. നമ്മുടെ ഇരുകരങ്ങളും കർത്താവിന്റെ പക്കലേക്ക് ഒന്ന് ഉയർന്നൊന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഹല 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 ഹല. ഈശോയെ, ആരാധന, 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 ആരാധന. ഹല 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 ഹല. ദൈവത്തിന്റെ മഹത്വം ഇറങ്ങുന്ന സമയമാണ്. ഹല ഹല ഹല. ആഗ്രഹിച്ചു പ്രാർത്ഥിക്കട്ടെ, ആഗ്രഹിച്ചു പ്രാർത്ഥിക്കട്ടെ. ഹല 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 ഹല.
ഹാല 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 ഈശോയെ ഹാല 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 ഈശോയെ ആരാധന 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 കുടുംബങ്ങൾ ഹാല ഉണർവ് ഹാല 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 ശരീരം ബലപ്പെടട്ടെ ദൈവമേ. ഈശോ 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 ഹാല 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 ഈശോ, ഈശോ, ഈശോയെ ആരാധന 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 കർത്താവിന്റെ കണ്ണുകൾ സൂര്യനേക്കാൾ 10,000 മടങ്ങ് പ്രകാശമുള്ളതാണ്. ആമേൻ. കർത്താവിന്റെ കണ്ണുകൾ സൂര്യനേക്കാൾ 10,000 മടങ്ങ് പ്രകാശമുള്ളതാണ്. ഹല്ലേലൂയ. അവിടുന്ന് മനുഷ്യന്റെ എല്ലാ മാർഗങ്ങൾ നിരീക്ഷിക്കുകയും നിഗൂഢ സ്ഥലങ്ങൾ കണ്ടുപിടിക്കുകയും ചെയ്തു. ആമേൻ. പ്രിയമുള്ളവരെ, ജോജിയിലൂടെ ഷാലോം ടിവിയുടെ പ്രൊഡക്ഷൻ മാനേജറായ ജോജി ബാല അദ്ദേഹത്തിലൂടെ ഈ നിമിഷങ്ങളിൽ കർത്താവ് സംസാരിച്ചു. ഒരപ്പൻ മകന്റെ പ്രവൃത്തികൾ കണ്ടുകൊണ്ടിരിക്കുന്നു. സ്വർഗത്തിലെ ദൈവം നിന്റെ എല്ലാ പ്രവൃത്തികളും കണ്ടുകൊണ്ടിരിക്കുന്നു. നിന്റെ നന്മ കാണുന്നു, തിന്മ കാണുന്നു, രോഗം കാണുന്നു, ദുരിതം കാണുന്നു, അപകടം കാണുന്നു, തിന്മയുടെ വഴികൾ കാണുന്നു, അനുഗ്രഹത്തിന്റെ വഴികൾ കാണുന്നു, കുറവുകൾ കാണുന്നു, ബലഹീനത കാണുന്നു. പ്രിയമുള്ളവരെ, ഒരു ദൈവം നിനക്കുണ്ട് സ്വർഗത്തിൽ. അവന്റെ പേരാണ് യേശു. ആ ദൈവസന്നിധിയിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിക്കാം. അവൻ സർവ്വതും കാണുന്നവനാണ്, അവിടുന്ന് എല്ലാം അറിയുന്നവനാണ്, അവിടുന്ന് എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നവനാണ്. അവിടെ നിന്ന് ഓടി മറിക്കാൻ നമുക്ക് സാധ്യമല്ല. അതുകൊണ്ട് രോഗം നിറഞ്ഞ ജീവിതത്തെ, ബലഹീനത നിറഞ്ഞ ജീവിതത്തെ, പാവമംഗലമായ ജീവിതത്തെ, ബലഹീനതയുള്ള ജീവിതത്തെ ഈശോയുടെ കരങ്ങളിലേക്ക് വിളിച്ച് ഒരുമിച്ച് വിളിക്കാം. യേശുവേ, ഈശോ, അങ്ങനെ അനുഗ്രഹിക്കണമേ, അങ്ങനെ തൊടണമേ, അങ്ങനെ തൊടണമേ, അങ്ങനെ സുഖപ്പെടുത്തണമേ, അങ്ങനെ സുഖപ്പെടുത്തണമേ, അങ്ങനെ വിടുവിക്കണമേ, അങ്ങനെ വിടുവിക്കണമേ. ഈശോയേ, ഈശോ, ഈശോ, സ്വരമുയർത്തി വിളിക്കാം, എന്റെ കർത്താവേ, രക്ഷകനെ വിളിക്കാം, എന്റെ കർത്താവിനെ വിളിക്കാം. അവൻ നിന്നെ വിടുവിക്കും, അവൻ നിന്നെ സുഖപ്പെടുത്തും, അവൻ നിന്നെ അനുഗ്രഹിക്കും. വിശ്വസിക്കുന്നു. യേശുവേ, യേശുവേ, യേശുവേ. അപ്പാ, മക്കൾ വിളിക്കുന്നു, അപ്പാ, മക്കൾ വിളിക്കുന്നു, പിതാവേ, മക്കൾ വിളിക്കുന്നു, അപ്പനെ മക്കൾ വിളിക്കുന്നു, പിതാവിനെ വിളിക്കുന്നു. യേശുവേ, ഈശോ, അനേക ഹൃദയങ്ങളിൽ കർത്താവ് ആശ്വാസം നൽകി അനുഗ്രഹിക്കുന്നതാണ് കാണിച്ചു തരുന്നു. സ്തുതിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഈ രാത്രിയിൽ കർത്താവ് അനേക ഭവനങ്ങളെ സന്ദർശിച്ച് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നതാണ് കാണിച്ചു തരുന്നു. അതികഠിനമായ സഹനങ്ങളിലൂടെ കടന്നു പോകുന്നവരെ ആശ്വസിപ്പിക്കുകയും ദൈവസ്നേഹം അവരിലേക്ക് ഒഴുകുകയും ചെയ്യുന്നതായി ഈ നാളുകളിൽ വലിയ കുറ്റബോധത്തോടെ ജീവിച്ച ചില വ്യക്തികൾക്ക് കർത്താവ് ആ മേഖലയിൽ വിടുതൽ നൽകി അനുഗ്രഹിക്കുന്നത് കാണിച്ചു തരുന്നു. യേശുവേ, യേശുവേ, യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഏറെ വർഷങ്ങളായി കുംഭസാരത്തിൽ നിന്ന് അകന്നു നിന്ന് അതിനെ ന്യായീകരിക്കുന്ന ഒരു വ്യക്തിയിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് അനുതാപത്തിന്റെ ചൈതന്യം അയക്കുന്നതായി കാണിക്കുന്നു. യേശുവേ, ഈശോ, 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 യേശുവേ. ഈ നാളുകളായി ഉറക്കം നഷ്ടപ്പെട്ട 10ഓളം വ്യക്തികൾക്ക് ഉറക്കം നൽകി ഈശോ അനുഗ്രഹിക്കുന്നതായിട്ട് കാണിച്ചു തരുന്നു. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. ഈശോയെ ആരാധിക്കാൻ കർത്താവിനെ വിളിച്ചു പ്രാർത്ഥിക്കാം. യേശുവേ, എന്റെ ഈശോ, എന്റെ കർത്താവേ, എന്റെ ദൈവമേ, ആരാധിക്കുന്ന കർത്താവേ. മരണഭീതിയിൽ നിന്ന് ചില വ്യക്തികളെ കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നതായിട്ട് കാണിച്ചു തരുന്നു. യേശുവേ ആരാധന. തണുത്ത ഭക്ഷണം കഴിക്കുക, വെള്ളം കുടിക്കുക, തണുത്ത സാഹചര്യത്തിൽ ജീവിക്കുക, അലർജി വിട്ടുമാറാത്ത ചില വ്യക്തികളെ കർത്താവ് തൊടുന്നതും സുഖപ്പെടുത്തുന്നതുമായി കാണിക്കുന്നു. 7ഓളം വ്യക്തികൾക്ക് അതികഠിനമായ ദുഃഖപീഡയിൽ നിന്ന് ഡിപ്രഷനിലേക്ക് കടന്നു പോകുന്ന അവസ്ഥയാണ്. അതിൽ നിന്ന് കർത്താവ് സൗഖ്യം
ഐക്യം നൽകി അനുഗ്രഹിക്കുന്നതാണ് കാണിച്ചിരുന്നു. യേശുവേ ആരാധന, യേശുവേ ആരാധന, ഷേർലി എന്നൊരു പേര് ആ മകളെ കർത്താവ് ചേർത്ത് പിടിക്കുന്നതായി ഓർമ്മിപ്പിക്കുന്നു. ഒരു പിതാവിന്റെ കണ്ണുനീര് കണ്ട് കർത്താവ് മകനെ അനുഗ്രഹിച്ച് ഉയർത്തുന്നതായിട്ട് കാണിച്ചിരുന്നു. യേശുവേ ആരാധന, ആരാധന, ആരാധന. പഠന വൈകല്യം അനുഭവിക്കുന്ന, പഠനത്തിന്റെ ഭാവിയെക്കുറിച്ച് വ്യഗ്രതപ്പെടുന്ന ഒട്ടനവധി കുഞ്ഞുങ്ങളെ ദൈവം തന്റെ ജ്ഞാനം കൊണ്ട് നിറയ്ക്കുന്നതായി ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, യേശുവേ, യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. കരങ്ങൾ നെഞ്ചോട് ചേർത്ത് കണ്ണുകൾ അടച്ച് കർത്താവേ, എല്ലാം കാണുന്ന ദൈവമേ, എല്ലാം അറിയുന്ന ദൈവമേ, ബലഹീനതകളെ സമർപ്പിക്കുന്നു, പാവ വഴികളെ സമർപ്പിക്കുന്നു, തിന്മയുടെ സ്വാധീനങ്ങളെ സമർപ്പിക്കുന്നു. കർത്താവേ, കുറ്റബോധമോ പാവബോധമില്ലാത്ത അവസ്ഥയെ സമർപ്പിക്കുന്നു. കർത്താവേ, ഈ രാത്രിയിൽ അവിടുന്ന് എന്നെ ചേർത്ത് പിടിച്ച് അനുഗ്രഹിക്കണമേ. എന്നെ ഒരു അനുഗ്രഹമാക്കി മാറ്റണമേ. എന്നെ ഒരു അനുഗ്രഹമാക്കി മാറ്റണമേ. ഞാൻ അനുഗ്രഹിക്കപ്പെടട്ടെ. എന്റെ ജീവിതം അനുഗ്രഹമായി തീരട്ടെ. അനുഗ്രഹത്തിന് വഴികൾ തുറക്കപ്പെടട്ടെ. അനുഗ്രഹത്തിന് വഴികൾ തുറക്കപ്പെടട്ടെ. അനുഗ്രഹത്തിന് വഴികൾ തുറക്കപ്പെടട്ടെ. തിന്മയുടെ വഴികൾ യേശുനാമത്തിൽ നീങ്ങിപ്പോകട്ടെ. യേശുനാമത്തിൽ, യേശുനാമത്തിൽ, യേശുനാമത്തിൽ. ശാന്തമായിരിക്കാം. തള്ളിക്കളയരുതേ ആ സന്നിധിയിൽ നിന്നും, എടുത്തു മാറ്റരുതേ പരിശുദ്ധാത്മാവിനെ. തള്ളിക്കളയരുതേ ആ സന്നിധിയിൽ നിന്നും, എടുത്തു മാറ്റരുതേ പരിശുദ്ധാത്മാവിനെ. നിന്റെ രക്ഷയിൻ സന്തോഷം നീ തിരികെ തരണേ. നിന്റെ രക്ഷയിൻ സന്തോഷം നീ തിരികെ തരണേ. Praise the Lord. ഹല്ലേലൂയ. സ്വരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. പുഞ്ചിരിയോടെ പറയാ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നൈറ്റ് വിജിലിൻ്റെ പ്രധാനപ്പെട്ട വചന സന്ദേശത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ സെഷൻ നയിക്കുന്നത് പ്രശസ്ത ധ്യാനഗുരു, കേരളത്തിനകത്തും പുറത്തും വിദേശങ്ങൾക്ക് അനേക സ്ഥലങ്ങളിൽ ധ്യാനം നടത്തുന്ന കരുത്തനായ സുവിശേഷ പ്രഘോഷകൻ ഫാദർ ജെൻസൺ ലാസ്ലെറ്റ്. അച്ഛൻ ലാസ്ലെറ്റ് സന്യാസ സമൂഹം അംഗമാണ്. ഭാരതത്തിലെ ലാസ്ലെറ്റ് സഭയുടെ പ്രൊവിൻഷ്യൽ സുപ്പീരിയറായി അദ്ദേഹം സേവനമനുഷ്ഠിക്കുന്നു. ശാലോം മാസികയിലും സൺഡേ ശാലോമിലൊക്കെ അനേക ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. ഒരു വലിയ എഴുത്തുകാരൻ കൂടിയാണ്. അനേക പുസ്തകങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. ശാലോം ടി വി പ്രേക്ഷകർക്ക് വളരെ സുപരിചിതനാണ്. നമുക്ക് കരങ്ങളടിച്ച് വചനവേദിയിലേക്ക് അച്ഛനെ സ്വാഗതം ചെയ്യാം.